أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين قالوا ربنا الله ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون نحن أولياؤكم في الحياة الدنيا وفي الآخرة ولكم فيها ما تشتهي أنفسكم ولكم فيها ما تدعون صدق الله مولانا العظيم. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا للخلق كلهم. ഏറ്റവും സ്നേഹാദരവുകൾ നിറഞ്ഞ പണ്ഡിതന്മാർ, ഈ നാട്ടിലെ കാരണവന്മാർ, മഹല്ല് ഭാരവാഹികൾ, പ്രിയപ്പെട്ട ഉമ്മ പെങ്ങന്മാരെ, വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഈ ഒരു സംഗമം ഇജാബത്തുള്ള ആ മജ്ലിസായി നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. ബഹുമാനപ്പെട്ട സുൽത്താനുൽ ആരിഫീൻ അഹമ്മദുൽ കബീർ റിഫായി ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് മഹാനവറുകളുടെ ഉറൂസ് മുബാറക്ക് കൂടെ ഈ മജ്ലിസ്, ദിക്ർ മജ്ലിസിൻ്റെ ലക്ഷ്യങ്ങളിൽ ഒന്നാണ്. അള്ളാഹു ബഹുമാനപ്പെട്ടവരുടെ നോട്ടമുള്ള, സഹായമുള്ള, അവിടുത്തെ പൊരുത്തം ലഭിക്കാൻ കാരണമാകുന്ന മജ്ലിസായി അള്ളാഹു നമ്മിൽ നിന്നും ഈ മജ്ലിസിനെ സ്വീകരിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും വിട പറഞ്ഞുപോയ ഒരുപാട് ആളുകൾ, നമ്മുടെ പള്ളിയുമായി ബന്ധപ്പെട്ട് അഹോരാത്രം പരിശ്രമിച്ചിരുന്ന ഒരുപാട് ആളുകൾ, പേര് പറയാൻ അത്രയുമുണ്ട്, അവരൊക്കെ ഇന്ന് ആറടി മണ്ണിൽ കിടക്കുകയാണ്. അള്ളാഹു ഈ മജ്ലിസിൻ്റെ സന്തോഷം അവരുടെ ഖബറുകളിലേക്ക് ഇപ്പം തന്നെ എത്തിച്ച് ഖബറിൽ വലിയ സുറൂർ നൽകുമാറാകട്ടെ, വലിയ ആഹ്ലാദം നൽകുമാറാകട്ടെ. കഴിഞ്ഞ വർഷമല്ല, അതിൻ്റെ തൊട്ട് മുമ്പത്തെ വർഷം നമ്മുടെ ഇഗ്നൈറ്റ് പരിപാടിയിൽ ഇതുപോലുള്ള രാത്രിയിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്ന കുഞ്ഞഹമ്മദ് ഹാജി, തെലങ്കാനയിൽ ഇസ്മായിൽ ഹാജിയുടെയും അബ്ദുള്ള ഹാജിയുടെയൊക്കെ ഉപ്പ 9 മാസമായി മരണപ്പെട്ടു, ഖബറിലാണ്. അള്ളാഹു അദ്ദേഹത്തിൻ്റെ ഖബർ ജീവിതം സന്തോഷത്തിലായി കൊടുക്കുമാറാകട്ടെ. അവരുടെ ഉമ്മയും ഒരു 4 വർഷം മുമ്പ് മരണപ്പെട്ടു പോയി. നാം എപ്പോഴും ആ ഉമ്മയെ ഓർക്കാറുണ്ട്. ഈ മദ്രസ കാണുമ്പോൾ നമുക്ക് ഓർമ്മ വരും. ആ ഉമ്മാക്കും അള്ളാഹു പുറത്തു കൊടുത്ത് ദറജ ഏറ്റിക്കൊടുക്കുമാറാകട്ടെ. അതുപോലെ നമ്മുമായി ബന്ധപ്പെട്ട് എത്രയോ ആളുകൾ, വെളുത്തെടുത്ത് അഹമ്മദ് ഹാജി, മൂസ ഹാജി, അതുപോലെ ഒരുപാട് ആളുകൾ ഞാൻ വന്നതിന് ശേഷം തന്നെ നമ്മുടെ പള്ളിയുമായി അങ്ങേയറ്റം ബന്ധപ്പെട്ട പലരും മരണപ്പെട്ടു പോയി. അവരൊക്കെ ഈ മജ്ലിസ് അങ്ങേയറ്റം ആഗ്രഹിക്കുന്നവരും അവർ ഹയാത്തിലുണ്ടെങ്കിൽ പങ്കെടുക്കുന്നവരൊക്കെ ആയിരുന്നു. അവർക്കൊക്കെ അല്ലാഹു തആല ഖബറിൽ വലിയ സ്വർഗീയമായ സുഖം നൽകുമാറാകട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. ഒരല്പസമയം മാത്രമാണ് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ബഹുമാനപ്പെട്ട അഹമ്മദുൽ കബീർ റിഫായി ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ്, ഏകദേശം 1000ഓളം വർഷങ്ങൾക്ക് മുമ്പ് ഈ ലോകത്ത് നിന്ന് മരണപ്പെട്ടു പോയ, വഫാത്തായി പോയ വലിയൊരു മഹാനാണ്. 1000 വർഷങ്ങൾക്ക് ഇപ്പുറവും സുൽത്താനുൽ ആരിഫീൻ അഹമ്മദുൽ കബീർ റിഫായി തങ്ങളെ നാം എന്തുകൊണ്ട് സ്മരിക്കുന്നു? നാം ആലോചിക്കേണ്ട വിഷയമാണ്. ബഹുമാനപ്പെട്ടവർ ഒരിക്കലും മറക്കാൻ പറ്റാത്ത വിധം ലോക മുസ്ലിങ്ങളുടെ ഹൃദയങ്ങളിൽ ഇന്നും ജീവിച്ചിരിക്കുകയാണ്. എന്താണ് ഇതിന് കാരണം? എന്തുകൊണ്ടാണ് നാം ഇങ്ങനെ ഒരു അനുസ്മരണം നടത്തുന്നത്? ഇത്തരം അനുസ്മരണ പരിപാടികൾ നമ്മുടെ മനസ്സ് നന്നാകാനുള്ള വലിയ കാരണമാണ്. മനസ്സിന് സമാധാനം ലഭിക്കാനുള്ള വലിയൊരു സബബാണ്. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ് എന്ന ആയത്തിന്റെ തഫ്സീറിൽ മഹാന്മാർ പഠിപ്പിക്കുന്നത് കാണാം. അള്ളാഹുവിൻ്റെ സ്മരണ എന്ന് പറഞ്ഞാൽ അമ്പിയാക്കളെ സ്മരിക്കലും ഔലിയാക്കളെ സ്മരിക്കലും
സച്ചരിതരായ സ്വാലിഹീങ്ങളെ സ്മരിക്കലും എല്ലാം ദിക്റുള്ളയിൽ പെടും. അതുകൊണ്ടെല്ലാം മനസ്സിന് സമാധാനം വരും, ജീവിതത്തിൽ ബറക്കത്തുണ്ടാകും. ബഹുമാനപ്പെട്ട അഹമ്മദുൽ കബീർ റിഫായി തങ്ങൾ ഉൾപ്പെടെയുള്ള സർവ്വ ഔലിയാക്കളും ഇത്രയും വലിയ ഉന്നതമായ സ്ഥാനത്തെത്താനുള്ള കാരണം എന്താണ്? ബഹുമാനപ്പെട്ട ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ, ലോകത്ത് ആരെല്ലാം ഉന്നതമായ ശ്രേണിയിലെത്തിയിട്ടുണ്ടോ അവരെല്ലാവരും എത്താനുള്ള ഒരേയൊരു കാരണം മുതാബഅത്തുർ റസൂൽ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൃത്യമായി യാതൊരു വക്രതയുമില്ലാത്ത വിധം ഫോളോ ചെയ്തു എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊണ്ടുവന്ന സുന്നത്തുകൾ, അവിടുത്തെ അദബുകൾ അങ്ങനെ തന്നെ ജീവിതത്തിൽ പകർത്തുക, അത് അങ്ങനെ തന്നെ കോപ്പി ചെയ്ത് ജീവിതത്തിലേക്ക് പേസ്റ്റ് ചെയ്യുക, ഇതായിരുന്നു ഔലിയാക്കളുടെ സ്വഭാവം. ബഹുമാനപ്പെട്ട സൈനുദ്ദീനുൽ മഖ്ദൂം റളിയല്ലാഹു അൻഹു നേരത്തെ മദനി ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ, ബഹുമാനപ്പെട്ടവര് ഒരു മനുഷ്യന് നന്നാകാൻ ആവശ്യമായ എല്ലാ കാര്യങ്ങളും വളരെ ചെറിയ പേജുള്ള അദ്കിയ എന്ന ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്. അവിടെ മഹാന്മാരായ ആളുകളൊക്കെ വലിയ സ്ഥാനത്തിലേക്ക് എത്താനുള്ള കാരണം ബഹുമാനപ്പെട്ടവർ പറയുന്നത് കാണാം. ഫി ഹഫിള് അലാ സുനനിൻ വആദാബിൻ അതത് മഅസൂറതൻ അൻ ഖൈരി മൻ ജാ മുർസലാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടുവന്ന സുന്നത്തുകൾ, കമ്പൾസറിയായ ഫറളായ കാര്യങ്ങൾ മാത്രം ചെയ്യുന്നതിന് പുറമെ അതിനേക്കാളും എക്സ്ട്രാ ആയിട്ട് നാം സുന്നത്തുകൾ ചെയ്യണം. സുന്നത്ത് നിസ്കാരങ്ങൾ വർദ്ധിപ്പിക്കണം, സുന്നത്ത് നോമ്പുകൾ വർദ്ധിപ്പിക്കണം, സ്വലാത്ത് ചെല്ലണം, ദിക്റുകൾ ചെല്ലണം. ഇങ്ങനെ ധാരാളം ചിട്ടകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ എല്ലാ ദിക്റുകളും, അതിൽ ഹദ്ദാദ് റാത്തീബ് വരും, ഉർദു ലത്തീഫ് വരും. ഇങ്ങനെയുള്ള എല്ലാ സുന്നത്തുകളും അങ്ങനെ തന്നെ ജീവിതത്തിൽ കൊണ്ടു നടക്കുകയും ബഹുമാനപ്പെട്ടവർ പറയുന്നത് കാണാം. ഇന്നത്ത തസവ്വുഫ കുല്ലഹു ലഹുവൽ അദബ് വമിനൽ അവാരിഫി ഫതുൽബൻഹു വഅവ്വിലാ. നല്ല ചിട്ടയാണ് തസവ്വുഫ്. ഒരാൾ നല്ലവനാകുന്നത്, ഒരാൾ ഏറ്റവും നല്ല മനുഷ്യനായി തീരുന്നത്, അവന് ഏറ്റവും നല്ലൊരു ഗുണം അദബുണ്ടാകും. സ്വാലിഹീങ്ങളെ സ്മരിക്കുക. സുൽത്താനുൽ ആരിഫിൻ അഹമ്മദുൽ കബീർ റിഫായി തങ്ങളെ സുന്നികൾ സ്മരിക്കും, അതേസമയം അസുന്നികൾക്ക് അത് വലിയ എതിർപ്പാണ്. എന്താണ് വ്യത്യാസം? ഇവിടെ നല്ല താഴ്മയോടുകൂടെ, ഞാൻ വളരെ പാവപ്പെട്ടവനാണ്, ഞാൻ ധാരാളം തെറ്റുകുറ്റങ്ങൾ ചെയ്തു പോയവനാണ്, വളരെ താഴ്മയോടുകൂടെയാണ് നാം മഹാന്മാരെ സ്മരിക്കുന്നത്. അതേസമയം വേറെ ചില ആളുകൾക്ക് അദ്ദേഹവും കണക്കാണ്, സുൽത്താനുൽ ആരിഫീനും കണക്കാണ്, റിഫായി ഷെയ്ഖും കണക്കാണ്, ഞാനും കണക്കാണ്, എല്ലാവരും അള്ളാഹുവിൻ്റെ അടിമകൾ തന്നെ, അതിൽ പ്രത്യേക സെപ്പറേഷൻ ഒന്നുമില്ല എന്ന് ധരിക്കുന്ന വാദിക്കുന്ന ആളുകളാണ്. അതാണ് രണ്ടുപേരും തമ്മിലുള്ള വിഭാഗവും തമ്മിലുള്ള ഏറ്റവും വലിയ വ്യത്യാസം. സുന്നികളെ സംബന്ധിച്ചിടത്തോളം നല്ല അദബുണ്ടാകും. ഒരു മനുഷ്യൻ നല്ലവനായി തീരുന്നത് നല്ല അദബുണ്ടാകുമ്പോഴാണ്. എല്ലാ വിഷയത്തിലും നല്ല ചിട്ട. അദബ് എന്ന് പറഞ്ഞാൽ അച്ചടക്കം എന്നാണ്. അച്ചടക്കം എന്ന് പറഞ്ഞാൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചു തന്നത് അങ്ങനെ തന്നെ ഫിഹാലിഹി വഫഅലിഹി വമഖാലിഹി വതതബ്ബഅൻ വതാബിഅൻ ലാ തഅദിലാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രവർത്തനം അത് ശരിക്കും പഠിക്കണം. നബി സല്ലല്ലാഹു അലൈഹി തങ്ങളുടെ വാക്കുകൾ പഠിക്കണം. നബി തങ്ങളുടെ എല്ലാ സ്വഭാവങ്ങളും പഠിക്കണം. അതങ്ങനെ തന്നെ ജീവിതത്തിൽ പകർത്തിയ നേതാവാണ് സുൽത്താനുൽ ആരിഫീൻ അഹമ്മദുൽ കബീർ റിഫായി. ബഹുമാനപ്പെട്ട അഹമ്മദുൽ കബീർ റിഫായി ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് ഒരു സാധാ ഒരു വലിയനെ പോലെയല്ല, സമൂഹത്തിൽ ഇടപെട്ട് ജീവിച്ച, സാന്ത്വന പ്രവർത്തനങ്ങളിൽ സജീവമായിരുന്ന, പാവപ്പെട്ടവരോട് കൂടെ ജീവിച്ചിരുന്ന വലിയൊരു മഹാനായിരുന്നു. ബഹുമാനപ്പെട്ട ഒരു വലിയ സ്ഥാനത്തെത്താൻ അദ്ദേഹത്തിനുണ്ടായ ചില സ്വഭാവങ്ങൾ, അതിൽ ഒന്നാമത്തതാണ് ഹുസ്നുൽ മുആശറ. കുടുംബത്തോടോ നല്ല പെരുമാറ്റം. ചില ആളുകളുണ്ടാവും വീട്ടിൽ വളരെ ക്രൂരനായിരിക്കും, സമൂഹത്തിൽ നല്ല മാന്യനായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം, റിഫായി ഷെയ്ഖിന്റെ സ്വഭാവം ഭാര്യയോട് വളരെ നല്ല സ്വഭാവം. ആ സ്വഭാവം തന്നെയായിരുന്നു സമൂഹത്തിലും. പാവപ്പെട്ടവരോട് കൂടെയായിരുന്നു ജീവിതം മുഴുവൻ. പാവപ്പെട്ടവള ആളുകളോട് കൂടെയുള്ള സമ്പർക്കം അത് സ്വർഗത്തിലെത്തിക്കും. സ്വർഗം ലഭിക്കാനുള്ള ഏറ്റവും വലിയ കാരണമാണ് അദ്ദുനുവ്വു മഅൽ ഫുഖറാഇ വൽ മസാകീനി വൽ യതാമ. പാവപ്പെട്ട ആളുകളോടുകൂടെ, മിസ്കീന്മാരോടുകൂടെ, യത്തീം മക്കളോടുകൂടെ ഓരം പറ്റി ജീവിക്കുക.
ബഹുമാനപ്പെട്ട ഒരു സ്വഭാവമായിരുന്നു. ഉമ്മു ഉബൈദ എന്ന നാട്ടിൽ ബഹുമാനപ്പെട്ടവരെത്തിയാൽ അധ്വാനിച്ച് കാട്ടിൽ പോയി ധാരാളം വിറക് ശേഖരിക്കും. ആ വിറക് അങ്ങാടിയിൽ പോയി വിൽക്കും. എന്നിട്ട് പാവപ്പെട്ടവരുണ്ടോ, ഭർത്താവില്ലാതെ അനാഥരായി കിടക്കുന്ന മക്കളുണ്ടോ, യതീമുകളുണ്ടോ, അവരെ വീടന്വേഷിച്ച് കുടുംബം അന്വേഷിച്ച് അവർക്ക് വേണ്ട എല്ലാ ഒത്താശകളും ചെയ്തു കൊടുക്കും. ഇതാരുടെയും സർട്ടിഫിക്കറ്റ് ലഭിക്കാനല്ല, പേര് വരാനല്ല, ജനങ്ങൾ പൊക്കി പറയാനല്ല, ആരും അറിയാതെ സ്വന്തമായി ചെയ്യുന്ന സേവനങ്ങളാണ്. ബഹുമാനപ്പെട്ട സേവനം മനുഷ്യന്മാരിൽ മാത്രം ഒതുങ്ങി നിന്നില്ല. ആ മനുഷ്യനല്ലാത്ത മനുഷ്യേതരായ ജീവികളോടും. ഒരിക്കൽ ഉമ്മു ഉബൈദയിൽ ആ നാട്ടിൽ ഒരു കുഷ്ഠം പിടിപെട്ട ഒരു നായ ഉണ്ടായിരുന്നു. ആ നായ എല്ലാ ആളുകളും ആട്ടിയോടിച്ചു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ബഹുമാനപ്പെട്ട റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു സംഭവം അറിഞ്ഞു. ബഹുമാനപ്പെട്ട മനസ്സ് വല്ലാതെ വേദനിച്ചു. അല്ലാ, ഒരു രക്തമോടുന്ന ജീവിയല്ലേ അത്. നാട്ടുകാർ ആട്ടിയോടിച്ച സ്ഥലം അന്വേഷിച്ച് ബഹുമാനപ്പെട്ട സുൽത്താനുൽ ആരിഫീൻ അഹമ്മദുൽ കബീർ റിഫായി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ നാടന്വേഷിച്ച് പോവുകയാണ്. ആ നാട്ടിലെത്തുന്നു, നായയെ കണ്ടെത്തുന്നു. 40 ദിവസം ഒരു ഹൈമ സ്ഥാപിച്ച്, ഒരു ടെന്റ് സ്ഥാപിച്ച് ആ നായക്ക് വേണ്ട എല്ലാ ശുശ്രൂഷകളും ചെയ്തു കൊടുക്കുന്നു. കൈ കൊണ്ട് നായയെ തൊട്ടാൽ 7 തവണ കഴുകണം, അതൊന്നും പ്രശ്നമല്ല. 7 തവണ കഴുകും, അതിലൊന്നും മണ്ണുകൊണ്ട് തന്നെ, അതൊന്നും വിഷയമല്ല. 40 ദിവസം അദ്ദേഹം സുൽത്താനുൽ ആരിഫിൻ നായയോടൊപ്പം ചെലവഴിക്കുന്നു. 40 ദിവസം കൊണ്ട് നല്ല ആരോഗ്യമുള്ള ഒരു നായയായി ആ നായ മാറി. വാബ്ഖന്നാസ് ഈ സംഭവം നാട്ടുകാരെ കരയിപ്പിച്ചു എന്ന് ചരിത്രത്തിൽ കാണാം. ഇങ്ങനെ ഒട്ടേറെ അനവധി നിരവധി സംഭവങ്ങൾ ബഹുമാനപ്പെട്ട ജീവിതത്തിൽ കാണാൻ സാധിക്കും. സമൂഹത്തോടൊപ്പം നമ്മുടെ നാട്ടിലേക്ക് ഒരുപാട് സാമൂഹിക പ്രവർത്തകന്മാരുണ്ട്. നമ്മുടെ നാട് ആ വിഷയത്തിൽ വളരെ സജീവമാണ്. ഒരാൾക്ക് ഒരു രോഗം വന്നാൽ ആ രോഗിയോടൊപ്പം തന്നെ ഹോസ്പിറ്റലിലും അല്ലാതെയൊക്കെ അവിടെ നിയ്യത്ത് കൂടെ നന്നാക്കിയാൽ അതൊരു ദീനീ പ്രവർത്തനമാണ്. ഒരു സ്ഥാനവും ആഗ്രഹിക്കരുത്, ഒരു പേരും ആഗ്രഹിക്കരുത്, ഒരു പത്രാസും ആഗ്രഹിക്കരുത്. നിസ്സാർത്ഥമായ സേവനമാണത് നടത്തുന്നതെങ്കിൽ അത് വലിയൊരു ദീനീ പ്രവർത്തനമാണ്. അങ്ങനെ ദീനീ പ്രവർത്തനത്തിന് വേണ്ടി ഒരാൾ തൻ്റെ ജീവിതം മാറ്റിവെച്ചാൽ അള്ളാഹു അവൻ്റെ ജീവിതത്തിൽ വലിയ ബറക്കത്ത് കൊടുക്കുന്നു. അവൻ്റെ എല്ലാ പ്രശ്നങ്ങളും അല്ലാഹു പരിഹരിക്കുന്നു. അവൻ്റെ കടങ്ങൾ അല്ലാഹു വീട്ടിക്കൊടുക്കുന്നു. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, ബഹുമാനപ്പെട്ട ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ ഉപ്പ അബ്ദുള്ള റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ടവര് ഉഹുദ് യുദ്ധം നടക്കുന്നതിന്റെ തലേ ദിവസം മകനായ ജാബിറിനെ വിളിച്ചു പറഞ്ഞു, ജാബിറെ, ഞാൻ ഉഹുദ് യുദ്ധത്തിന് വേണ്ടി പുറപ്പെടുകയാണ്. ഞാൻ ആഗ്രഹിക്കുന്നത് ഞാൻ ഷഹീദായി പോകണമെന്ന് തന്നെയാണ്. ഞാൻ ഷഹീദായി പോകാനുള്ള സാധ്യതയേറെയാണ്. ഞാൻ പോയാൽ വീട്ടിൽ 9 പെൺകുട്ടികളുണ്ട്. മരണപ്പെട്ടാൽ വലിയ ബാധ്യതയുണ്ട്. എനിക്ക് ധാരാളം കടമുണ്ട്. അതെല്ലാം നീ ഏറ്റെടുക്കണം. ചെറിയ കുഞ്ഞായ ജാബിർ റളിയല്ലാഹു അൻഹു വിളിച്ചേൽപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ടവര് ഉഹദ് യുദ്ധത്തിൽ പങ്കെടുത്തു. പറഞ്ഞതുപോലെ തന്നെ ഉഹദ് യുദ്ധത്തിൽ ഷഹീദായി പോകുന്നു. ബാപ്പയുടെ ജനാസ ഖബറടക്കി പിറ്റേ ദിവസം തന്നെ വീട്ടിൽ ജനക്കൂട്ടം കടക്കാര് വന്നിട്ടുണ്ട്. 1000 ദിർഹം കൊടുക്കാനുള്ളവരുണ്ട്, 800 കൊടുക്കാൻ, 500 കൊടുക്കാൻ ധാരാളം ആളുകൾ മുമ്പിലുണ്ട്. ബഹുമാനപ്പെട്ട ജാബിർ റളിയല്ലാഹു അൻഹു വല്ലാതെ പ്രയാസപ്പെടുന്നു. കൊടുക്കാൻ ക്യാഷില്ല. സമ്പത്തായി ഉപ്പൊന്നും ബാക്കി വെച്ചതുമില്ല. ജാബിർ റളിയല്ലാഹു അൻഹു നേരെ പോകുന്നു ഇലാ ഹളറത്തി റസൂലില്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്ത് പോയി പറയുന്നു, നബിയേ, ഉപ്പ ഇന്നലെ ഷഹീദായി പോയിട്ടുണ്ട്. കടക്കാര് വീട്ടിൽ വല്ലാതെ പ്രയാസപ്പെടുത്തുന്നുണ്ട്. ഒരു പരിഹാരം പറഞ്ഞു തരണം നബിയേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ജാബിറേ, ഉപ്പ ഷഹീദായി വഫാത്തായതാണ്. ഷഹീദായതാണ്, ഒരു സാധാ മരണം മരിച്ച ആളല്ല. കടക്കാരോട് പറയൂ, ഒന്ന് സാവകാശം ചെയ്തു തരണം, അല്പം ഇളവ് തരണം എന്ന് പറയൂ.
സുബ്ഹാനല്ലാഹ്, ജാബിർ റളിയല്ലാഹു അൻഹു കടക്കാരെ കണ്ടു, ആരും തന്നെ ഇളവ് കൊടുക്കുന്നില്ല. ഞങ്ങൾക്ക് കിട്ടാനുള്ള ഹക്ക് കിട്ടുക തന്നെ വേണം, അത് അവരുടെ അവകാശമാണ്, ചോദിച്ചതിന് തെറ്റൊന്നുമില്ല. സുബ്ഹാനല്ലാഹ്, ഷഹീദിന് വലിയ പവറുണ്ട്. ഷഹീദ് കടക്കാരനായതുകൊണ്ട് സ്വർഗം ലഭിക്കാതിരിക്കില്ല. ഷഹീദിന്റെ രക്തം ഭൂമിയിലേക്ക് ഉറ്റുന്നതിന് മുമ്പ് തന്നെ സ്വർഗം ഉറപ്പാണ്. ഷഹീദിന്റെ സ്ഥാനം സ്വർഗത്തിൽ വലിയ ഉന്നതമായ സ്ഥാനമാണ്. പക്ഷേ കടം വീട്ടാതിരിക്കാനുള്ള വകുപ്പില്ല. ജാബിർ അല്ലാഹുവിനോട് പറഞ്ഞു, ജാബിറെ ഇനിയൊന്നും ബേജാറാകണ്ട, ഉപ്പക്ക് ഏതായാലും സ്വർഗമുണ്ട്, അത് വീട്ടാനൊന്നും പോകണ്ട എന്നല്ല. കടം വളരെ ഗൗരവത്തിലെടുക്കണം, അത് കൊടുത്തേ പറ്റൂ. പോകുന്നതിന് മുമ്പ് എൻ്റെ കിതാബ് വളരെ കറക്റ്റ് ആയിരിക്കണം. ഞാൻ ഒരാൾക്കും 1 രൂപ പോലും കൊടുക്കാൻ എൻ്റെ അക്കൗണ്ടിൽ ഉണ്ടാകാൻ പാടില്ല. അള്ളാഹു അങ്ങനത്തെ ഒരു മൗത്തിനെ നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാകട്ടെ. ഒരാളും കംപ്ലൈന്റ് പറയാൻ പാടില്ല. എന്തൊരു വലിയ ഒരു ആപത്താണ്. മരണപ്പെട്ട് കഴിഞ്ഞാൽ മക്കളെടുത്തേക്ക് ഉപ്പാന്റെ കടം ചോദിച്ചു വരുമ്പോൾ വലിയ സങ്കടമാണ്. ഖബറിലെത്തിയാൽ, നാളെ മഹ്ശറിലെത്തിയാൽ പല ആളുകളും കിതാബ് വാങ്ങാൻ വല്ലാതെ പ്രയാസപ്പെടുന്ന രംഗമുണ്ട്. അതേസമയം വേറെ ചില ആളുകൾ അന്തസ്സോടുകൂടെ പറയും, ഹാഉമുക്റഉ കിതാബിയ, എന്റെ കിതാബ് ഇങ്ങ് തന്നേക്കൂ, എന്റെ കിതാബ് ഇങ്ങ് തന്നേക്കൂ. ഇന്നി ലനന്തു അന്നി മുലാഖിൻ ഹിസാബിയ, എനിക്ക് ഈ കിതാബ് ലഭിക്കുമെന്ന പൂർണ്ണമായ ഉറപ്പുണ്ടായതുകൊണ്ട് ഞാൻ ആരെയും പറ്റിച്ചിട്ടില്ല, ഞാൻ ആരെയും വഞ്ചിച്ചിട്ടില്ല. നാളെ തരാമെന്ന് പറഞ്ഞ് ഞാൻ ഇതുവരെ ഒരാളെയും പറ്റിച്ചിട്ടില്ല. ഒരു കടയിലും എനിക്ക് കാശ് പറ്റായിട്ട് കൊടുക്കാനില്ല. എൻ്റെ കിതാബ് വളരെ കറക്റ്റാണ്. കാരണം ഇന്നി ലനന്തു അന്നി മുലാഖിൻ ഹിസാബിയ. അതേസമയം വേറെ ചില ആളുകളുണ്ട്, അവർ കരുതും, മൂത്ത കിതാബിയ, എൻ്റെ കിതാബ് എനിക്ക് കിട്ടാതിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. പല ഭാരവാഹി സ്ഥാനങ്ങൾ വന്നപ്പോ ഞാൻ തിരിമറി നടത്തി പോയിട്ടുണ്ട്, കൊടുത്തിട്ടില്ല. പലരുടെയും പേരിൽ പിരിച്ച കാശ് എൻ്റെ കയ്യിലുണ്ട്, കൊടുത്തിട്ടില്ല. അവനോടും ഇവനോടും ഞാൻ വാങ്ങിക്കടമുണ്ട്, കൊടുത്തിട്ടില്ല. പല തവണ ചോദിച്ചു, ബിസിനസ്സിൽ ഷെയർ കൂടി പൊട്ടിപ്പോയപ്പോ ക്യാഷ് തിരിച്ചു വാങ്ങി വഞ്ചിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ഹറാമായ സ്വത്ത് എന്നിലുണ്ട്. അതുകൊണ്ട് എൻ്റെ കിതാബ് ലഭിക്കാതിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. അങ്ങനെയും ആഗ്രഹിക്കുന്ന ചില ആളുകളുണ്ട്. ഇരിക്കട്ടെ, ഏതായാലും ജാബിർ റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു നിങ്ങൾ പറഞ്ഞു, ഒന്ന് ഇളവ് ചെയ്തു തരാൻ പറയൂ. ജാബിർ അല്ലാഹുവിന് വീണ്ടും തിരിച്ച് റസൂലുള്ളാഹിന്റെ സമീപത്ത് പോയി പറഞ്ഞു, നബിയേ, ഒരാളും ഇളവ് ചെയ്യുന്നില്ല, കറക്റ്റ് കൊടുക്കണമെന്നാണ് പറയുന്നത്. സുബ്ഹാനല്ലാഹ്, ജാബിർ റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹിന്റെ ചോദ്യം, മോനെ, ഉപ്പ എന്തെങ്കിലും ബാക്കി വെച്ചിട്ടുണ്ടോ? ജാബിർ അല്ലാഹുവിന് പറഞ്ഞു, 5-6 ചെറിയ ഈന്തപ്പന തോട്ടമുണ്ട്, 5-6 വൃക്ഷം മാത്രമുണ്ട്, വേറെ ഒന്നുമില്ല നബിയേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജാബിറെ, നാളെ സുബ്ഹി നിസ്കാരം കഴിഞ്ഞ് മദീന പള്ളിയിൽ ജുമുഅ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആൾ സംഗമിക്കുന്ന സമയം സുബ്ഹിയുടെ സമയമാണ്. സുബ്ഹി നിസ്കാരം കഴിഞ്ഞ് സുബ്ഹിക്ക് ശേഷം നല്ലൊരു ക്ലാസ്, റസൂലുള്ളാഹിന്റെ ഒരു ഇൽമിന്റെ മജ്ലിസ് ഉണ്ടാകും. അതും കഴിഞ്ഞ് നീ നേരെ നിന്റെ ആ തോട്ടത്തിലേക്ക് പോവുക. ഓരോ ഈന്തപ്പന വൃക്ഷത്തിൽ നിന്നും പാകമായ ഈത്തപ്പഴം ഒരു പെട്ടിയിലാക്കി, ഒരു ബക്കറ്റിലാക്കി നീ അവിടെ വെക്കുക, ഞാൻ അവിടേക്ക് വരാം. സുബ്ഹാനല്ലാഹ്. പിറ്റേ ദിവസം നബി സല്ലല്ലാഹു നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ജാബിർ അല്ലാഹുവിന് ക്ലാസ് കഴിഞ്ഞ് വേഗം പോയി കൊട്ടയിലാക്കി വെച്ചു. എല്ലാ 5-6, ചില ഹദീസിൽ കാണാം 8 ഈത്തപ്പന തോട്ടങ്ങളാണ്, വൃക്ഷങ്ങളാണുള്ളത്, വളരെ തുച്ഛം. അതൊരു ചെറിയ ബക്കറ്റിലാക്കി ഓരോ വൃക്ഷത്തിന്റെയും താഴെ വെച്ചു. കുറച്ച് കഴിഞ്ഞപ്പം അതാ വരുന്നു നബി സല്ലല്ലാഹു നിങ്ങളെ തോട്ടത്തിലേക്ക് കടന്നു വരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ആ തോട്ടം ഇങ്ങനെ ഒന്ന് റൗണ്ട് അടിക്കുന്നു. ഏറ്റവും കൂടുതലുള്ള ഈത്തപ്പഴമുള്ള ആ പാത്രത്തിന്റെ സമീപത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിക്കുന്നു. എന്നിട്ട് പറഞ്ഞു, ജാബിറേ, ഉദ്ഉൽ ഖുറമാ, കടക്കാരെ എല്ലാവരെയും വിളിച്ചോ. എല്ലാ കടക്കാരെയും വിളിച്ചു. നബി സല്ലല്ലാഹു നിങ്ങൾ ഓരോരുത്തരോട് ചോദിച്ചു, നിങ്ങൾക്ക് എത്രയാ തരാനുള്ളത്? എനിക്ക് 1500. നബി സല്ലല്ലാഹു നിങ്ങൾ 1500 രൂപക്ക് എത്രയാണ്? ഈത്തപ്പഴത്തിന് എത്രയാണ്? 1500 ദിർഹമിന് തുല്യമാകുന്ന ഈത്തപ്പഴം എത്രയാണ്? ചാക്കെടുത്ത് ഓരോ നിങ്ങൾ ഊരി കൊടുക്കുകയാണ്.
അടുത്ത ആൾക്ക് 1000, മറ്റേതാക്കി 2000, 500, 800, ഇങ്ങനെ എല്ലാ ആളുകൾക്കും നബി സല്ലല്ലാഹു നിങ്ങൾ ആ കൈ കൊണ്ട് ഷർഫാക്കപ്പെട്ട കൈ കൊണ്ട് ഇങ്ങനെ കൂലി കൊടുത്തു. ജാബിർ അല്ലാഹുവിന് പറയാന്ന്, എന്തൊരു അത്ഭുതം, എല്ലാ കടക്കാരുടെയും കടം വീട്ടി. ഞാൻ അവിടെ പറച്ചു വെച്ച ഈത്തപ്പഴത്തിൽ നിന്ന് ഒറ്റൊന്നു പോലും കുറവ് വന്നില്ല. ജാബിർ അല്ലാഹുവിന്റെ സന്തോഷങ്ങൾ ആലോചിച്ച് നോക്കൂ. സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുന്ന ജാബിർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു നിങ്ങളോട് ചോദിച്ചു, നബിയെ ഞാൻ ഈ സന്തോഷം സിദ്ദീഖുൽ അക്ബറിനോട് പറഞ്ഞോട്ടെ നബിയേ? ജാബിറെ പറഞ്ഞോ, നിന്റെ സന്തോഷമല്ലേ? ജാബിർ അല്ലാഹുവിന് സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ സമീപത്ത് വന്നു. സിദ്ദീഖ് റളിയല്ലാഹുവിന് വല്ലാത്ത അത്ഭുതം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതം മുഴുവൻ അത്ഭുതം തന്നെയാണ്. പിന്നെയും ഓടുന്നു ഉമർ അല്ലാഹുവിന്റെ സമീപത്തേക്ക്. ഉമർ അല്ലാഹുവിന് പറഞ്ഞു, എനിക്ക് റസൂലുള്ളാഹിന്റെ വരവ് കണ്ടപ്പോഴേ എനിക്ക് തോന്നിയിട്ടുണ്ട് നിനക്ക് ലക്കിയടിച്ചെന്ന്. ജാബിർ റളിയല്ലാഹു അൻഹു സുബ്ഹാനല്ലാഹ്, പിന്നെ പ്രയാസമില്ല, ബുദ്ധിമുട്ടില്ല. ചില മഹാന്മാരൊക്കെ ഈ ഹദീസിനെ ഒരാളുടെ പൊതുസമൂഹത്തിന്റെ പ്രവർത്തനത്തിലേക്ക് ഇറങ്ങിയാൽ അവൻ അള്ളാഹു കൊടുക്കുന്ന ബറക്കത്ത് എത്രയാണ് എന്ന രൂപത്തിൽ ഈ ഹദീസിനെ വിശദീകരിച്ചത് കാണാം. ഞാൻ പറഞ്ഞത് എന്താണ്? ബഹുമാനപ്പെട്ട അബ്ദുർ റളിയല്ലാഹു അൻഹു എന്തിനാണ് വഫാത്തായത്? എന്തിനാണ് ഷഹീദായത്? ഈ ദീനിന് വേണ്ടിയാണ് പോരാടിയത്. അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി പോരാടിയപ്പോ അള്ളാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിൽ മകന് വലിയ ബറക്കത്ത് കൊടുത്തു. ജാബിർ അല്ലാഹുവിന് നല്ല സമ്പത്ത് കൊടുത്തു. ഒരു മകളെ കെട്ടിച്ചയക്കുന്ന സമയത്തും ജാബിർ അല്ലാഹുവിന് പ്രയാസം അനുഭവപ്പെട്ടില്ല. അനവധി സംഭവങ്ങൾ ഇങ്ങനെ ധാരാളമായി കാണാം. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു മക്കയിൽ വലിയ സമ്പന്നനായിരുന്നു. ഹിജ്റ വേളയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ മദീനയിലേക്ക് പുറപ്പെടുന്ന സമയത്ത് ശത്രുക്കൾ പറഞ്ഞു, അബ്ദുറഹ്മാനെ ഒരു സ്വത്തും എവിടെ നിന്ന് കൊണ്ടുപോകാൻ അനുവദിക്കൂല. ബഹുമാനപ്പെട്ടവര് ഒട്ടിയ വയറുമായി 0 ബാലൻസ് ആയി ബഹുമാനപ്പെട്ടവര് മദീനയിലേക്ക് പുറപ്പെടുകയാണ്. ദീനിന്റെ മുമ്പിൽ സമ്പത്ത് പ്രശ്നമല്ല. കോടിക്കണക്കിന് ആസ്തി നഷ്ടപ്പെട്ടാലും എന്റെ ദീനിന് ഞാൻ വിലങ്ങുതടിയാകൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങേയറ്റത്തെ മഹബത്ത് കാരണം അബ്ദുറഹ്മാൻ ഔഫ് തങ്ങൾ 0 ആയി, ഒന്നുമില്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം മദീനയിലേക്ക് ഹിജ്റ പുറപ്പെടുകയാണ്. മദീനയിലെത്തിയപ്പം ഗംഭീര സ്വീകരണമാണ്. മുഹാജിറുകൾ അൻസാറുകൾ മുഹാജിറുകളെ നല്ലോണം സ്വീകരിച്ചു. ഇപ്പോഴും അവരുടെ സ്വഭാവം അതാണ്. ഇപ്പോഴും മദീനയിൽ പോയാൽ എന്തൊരു സന്തോഷമാണ്, എന്തൊരു സ്വീകരണമാണ്. ആരോടും ഒരു പകയില്ല, വിദ്വേഷമില്ല, വെറുപ്പില്ല, നല്ലത് മാത്രം. എന്തൊരു സ്നേഹത്തോടു കൂടെയുള്ള ദുആകളാണ് അവർ നടത്തി തരിക. ഇപ്പോഴും മദീനയുടെ സ്വഭാവം അങ്ങനെ തന്നെയാണ്. മദീനയിലെത്തിയപ്പം അബ്ദുറഹ്മാൻ ഔഫ് റളിയല്ലാഹുവിന്റെ സമീപത്തേക്ക് ഒരു അൻസാരിയായ സഹാബി എന്ന് പറഞ്ഞു, അബ്ദുറഹ്മാൻ ഔഫ് തങ്ങളെ ഒരു പരിചയമില്ല, ഏതോ നാട്ടുകാരൻ 550 കിലോമീറ്റർ അപ്പുറത്ത് മക്കത്തുള്ളൊരു മനുഷ്യൻ റസൂലുള്ളാഹിന്റെ കൂടെ വന്നപ്പോ ഈ അൻസാരിയായ സഹാബി അബ്ദുറഹ്മാൻ ഔഫ് തങ്ങളോട് പറയാണ്, അബ്ദുറഹ്മാൻ ഔഫ് തങ്ങളെ എനിക്ക് 2 ഭാര്യയുണ്ട്. ആ ഭാര്യയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്, ആ 2 ഭാര്യയെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾ സെലക്ട് ചെയ്തോ, ഞാൻ ഒന്നിനെ തൊലാഖ് ചൊല്ലിത്തരാം. എനിക്ക് മാർക്കറ്റിൽ ഒരു കടയുണ്ട്, ആ കട നമുക്ക് നേരെ പാർട്ടീഷൻ ചെയ്യാം. ഞാനൊരു ഭാഗത്തും നിങ്ങളൊരു ഭാഗത്തും കച്ചവടം ചെയ്തോ. പൂർണ്ണമായും എല്ലാം അൻസാറുകൾ അങ്ങനെയായിരുന്നു. അബ്ദുറഹ്മാൻ ഔഫ് തങ്ങൾ പറഞ്ഞു, എനിക്ക് കട പൂർണ്ണമായും വേണ്ട, എനിക്ക് മാർക്കറ്റ് കാണിച്ചു തന്നാ മതി, എനിക്ക് കച്ചവടത്തിന്റെ ട്രിക്സ് പറഞ്ഞു തന്നാ മതി, ബാക്കി ഞാൻ അങ്ങ് കച്ചവടം ചെയ്തുകൊള്ളൂ. അബ്ദുറഹ്മാൻ ഔഫ് തങ്ങളെയും കൂട്ടി അൻസാരി മാർക്കറ്റിലെത്തുന്നു. മാർക്കറ്റിലെത്തി കച്ചവടം കണ്ടു, പഠിച്ചു. ബഹുമാനപ്പെട്ടവര് കച്ചവടം സ്റ്റാർട്ട് ചെയ്തു. അള്ളാഹു അതിൽ ബറക്കത്ത് ചെയ്തു. വല്ല ക്ലച്ച് പിടിച്ചു വന്നു. വലിയ സമ്പന്നനായി മാറി. സുബ്ഹാനല്ലാഹ്. പിന്നെ വലിയ വാഹനമാണ്, 1000കണക്കിന് വാഹനമാണ്, 1000കണക്കിന് ഒട്ടകമാണ്, 1000കണക്കിന് കുതിരകളുണ്ട്, ഏക്കറക്കണക്കിന് തോട്ടമുണ്ട്. ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിനോടൊപ്പം ഇങ്ങനെ മദീനയിൽ ഇരിക്കുമ്പോ ഒരു പാവപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ, ഉടുക്കാൻ പോലും മാന്യമായ വസ്ത്രം അദ്ദേഹത്തിനില്ല,
അദ്ദേഹം ഇങ്ങനെ ഓടി വന്നു. സഹാബത്ത് ഒരുപാട് ആളുകളുണ്ട്, അവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ക്ലാസ് എടുത്ത് കൊടുക്കുന്നത്. ഇദ്ദേഹം വന്ന് പൂരാ തെറിയാണ്. ഒരു ചെരുപ്പ് പോലും ധരിക്കാൻ അദ്ദേഹത്തിന്റെ കയ്യിലില്ല. കുറേ നേരം ഇങ്ങനെ തെറി പറഞ്ഞു. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്നു. നബിയെ, ഞാൻ ഒന്നങ്ങ് തലവെട്ടട്ടെ, ദാനി എനിക്കൊന്ന് സമം തരൂ നബിയെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉമറെ ക്ഷമിക്കൂ, അമ്പിയാക്കളുടെ തൊട്ടുതായുള്ളവർ ക്ഷമാശീലന്മാരാണ്, ഒന്ന് വെയിറ്റ് ചെയ്യേ, അദ്ദേഹത്തിന് അള്ളാഹു ഹിദായത്ത് കൊടുത്താലോ. അദ്ദേഹം വീണ്ടും തെറി ഇങ്ങനെ തുടർന്നു. എല്ലാം കേട്ടു നിന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനം ചോദിച്ചു, നിങ്ങളിത് കഴിഞ്ഞോ? എന്തിനാണ് നിങ്ങൾ ഇന്നെ ഇത്രയും കൂടുതൽ തെറി പറഞ്ഞത്? ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? എന്നെ അംഗീകരിക്കുന്ന ഒരു ടീമിന്റെ മുമ്പിൽ നിങ്ങൾ എന്തിനാണ് എന്നോട് ഇങ്ങനെ വെറുപ്പിന്റെ സംസാരിക്കുന്നത്? ആ അറാബിയായ മനുഷ്യൻ പറഞ്ഞു, ഇതൊന്നും നിങ്ങൾ ആളല്ല, നിങ്ങളുടെ വാചാലത കൊണ്ട് നിങ്ങൾ കീഴ്പ്പെടുത്തിയതാണ്. സുബ്ഹാനല്ലാഹ്, 100% ഈമാൻ ഉറച്ചത് കൊണ്ട് മാത്രം വന്നിരിക്കുന്ന സഹാബത്തിനെ പറ്റിയാ പറയുന്നത്. നിങ്ങളെ വാചകമടി കൊണ്ട് ഇവരൊക്കെ പെട്ടുപോയതാണ്, ഞാനങ്ങനെ പെടൂല. സുബ്ഹാനല്ലാഹ്, ആ അറാബിയോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കാൻ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ നിങ്ങളെ വിശ്വസിക്കൂല, നിങ്ങൾ കള്ളപ്രവാചകനാണ്. അദ്ദേഹത്തിന്റെ കൈ ഇങ്ങനെ മടക്കിയിട്ട് ഒരു ഉടുമ്പിനെങ്ങ് പുറത്തെടുത്തു. അപ്പൊ മനസ്സിലായി, ഇദ്ദേഹം ഉടുമ്പിനെ ആ വേട്ടയാടി ജീവിക്കുന്ന ഒരു താന്നതരം ഗ്രാമീണനാണ്, വളരെ സംസ്കാരം കുറഞ്ഞ ഗ്രാമീണനാണ്. സുബ്ഹാനല്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നിങ്ങൾ വിശ്വസിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? അദ്ദേഹം ആ ഉടുമ്പിനെ നിലത്തേക്ക് ഇട്ടു. എന്നിട്ട് പറഞ്ഞു, ഈ ഉടുമ്പ് വിശ്വസിക്കാതെ, ഈ ഉടുമ്പ് നിങ്ങളോട് സംസാരിച്ച് ഞാൻ നിങ്ങളെ വിശ്വസിക്കുന്നു എന്ന് പറയാതെ ഞാൻ നിങ്ങളെ മതത്തിലേക്കില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ചോദിച്ചു, അത്രേ ഉള്ളൂ? അത് വളരെ സിമ്പിൾ അല്ലേ? അതാണ് പ്രശ്നം. ഉടൻ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നു, മൻ തഅബുദു യാ റബ്ബ്, ഓ ഉടുമ്പേ, നീ ആരെയാണ് ആരാധിക്കുന്നത്? ശുദ്ധമായ അറബിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുമ്പോ ഉടുമ്പിന്റെ മറുപടി, ഖാല അല്ലദീ ഫിസ്സമാഇ അർശുഹു വഫിൽ അർളി സുൽത്താനുഹു വഫിൽ ബഹരി സബീലുഹു വഫിൽ ജന്നതി റഹ്മതുഹു. ഈ ആകാശവും ഭൂമിയുമെല്ലാം അടക്കി ഭരിക്കുന്ന രാജാവായ അല്ലാഹ്, സ്വർഗത്തിൽ റഹ്മത്ത് ചെയ്യുന്ന അല്ലാഹ്, വഫിന്നാരി ഇഖാബുഹു, നരകത്തിൽ ശിക്ഷിക്കുന്ന അല്ലാഹ്, ആ അല്ലാഹുവിനെയാണ് ഞാൻ ആരാധിക്കുന്നത്. ഉറുമ്പ് നല്ല ശുദ്ധമായ അറബിയിൽ റീപ്ലേ കൊടുക്കുന്നു. ഉടൻ തന്നെ വീണ്ടും റസൂലുള്ളാഹിന്റെ ചോദ്യം, ഫമൻ അന യാ റബ്ബു, ഓ ഉടുമ്പേ, ഞാൻ ആരാണ്? എന്നെ പറ്റി നിന്റെ അഭിപ്രായം എന്താണ്? ഉടൻ തന്നെ ആ ഉടുമ്പ് പറയുന്നു, അന്ത റസൂലു റബ്ബിൽ ആലമീൻ വഖാതിമുൻ നബിയ്യീൻ. അങ്ങ് ലോകത്തിന്റെ രക്ഷിത, മുസ്ലിങ്ങളുടെ അതാ ഖിയാമത്ത് നാൾ വരെയുള്ള എല്ലാവരുടെയും ഖാത്തിമായ നബിയാണ്, അല്ലാഹുവിന്റെ റസൂലാണ്. വഖദ് അഫ്ലഹ മൻ സദഖക, നബിയെ ആര് അങ്ങ് വിശ്വസിച്ചുവോ അവരൊക്കെ രക്ഷപ്പെട്ടു പോയി. വഖദ് ഖാബ മൻ കസബക, നബിയെ ആര് അങ്ങ് കളവാക്കിയോ അവരൊക്കെ പരാജയപ്പെട്ടു പോയി. സുബ്ഹാനല്ലാഹ്, അറാബിയോടും പറയുന്നു, ലാ ഉത്ബിഉ അസ്റൻ ബഅദ ഈൻ, ഇനി ആരോടും എനിക്ക് ചോദിക്കേണ്ടതില്ല നബിയേ. എന്നെ പലരും തെറ്റിദ്ധരിപ്പിച്ചതാണ്. എൻ്റെ ഗ്രാമീണത്തിൽ വസിക്കുന്ന, ഗ്രാമത്തിൽ വസിക്കുന്ന പലരും എന്നെ തെറ്റിദ്ധരിപ്പിച്ചെന്നതാണ്. ഇനി എനിക്ക് ആരുടെയും സപ്പോർട്ട് ആവശ്യമില്ല. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നക റസൂലുള്ളാഹ്. ഇസ്ലാമിന്റെ മെമ്പർഷിപ്പ് എടുക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, നബി സല്ലല്ലാഹു നിങ്ങൾ പറയുന്നു, അൽഹംദുലില്ലാഹില്ലദീ ഹദാക ബി, അല്ലാഹുവേ നിനക്കാണ് എല്ലാ സ്തുതിയും. ഇന്ന ഹാദദ്ദീന യഅലു, ആര് ഒതുക്കാൻ ശ്രമിച്ചാലും ആര് എതിർത്താലും ഈ ദീൻ ഒരിക്കലും പരാജയപ്പെടൂല. വലാ
യഖ്ബലു ഇല്ലാ ബിസ്വലാത്ത്. ദീനിൽ മെമ്പർ ആയതുകൊണ്ട് കാര്യമില്ല. നബി തങ്ങളുടെ പ്രഖ്യാപനമാണ്. ഈ ദീനിൽ യഥാർത്ഥ മുസ്ലിമാണോ? നിസ്കാരമില്ലാത്തവന്റെ ഇസ്ലാം അല്ലാഹുവിന് വേണ്ടതില്ല. സഹോദരന്മാരെ, സഹോദരിമാരെ, സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തട്ടെ, നിസ്കാരത്തിന്റെ കാര്യം വളരെ ഗൗരവമാണ്. നിസ്കാരത്തിന്റെ സ്ഥാനം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. പല ആളുകളും നല്ല ഒന്നാം നമ്പർ ആളാണ്. ചിലപ്പോൾ പള്ളിയുടെ ഒക്കെ സമീപത്ത് പള്ളിയുടെ എല്ലാ കാര്യത്തിലും ഒത്താശയിലൊക്കെ സജീവമായി ഉണ്ടാകും. പക്ഷെ കൃത്യമായ നിസ്കാരം കുറവാണ്. സുബഹി പലപ്പോഴും മിസ്സായി പോകുന്നു ഉസ്താദേ എന്ന് കംപ്ലൈന്റ് പറയുന്നു. സുബ്ഹാനല്ലാഹ്, 5 വക്ത നിസ്കാരമേ അല്ലാഹു പറഞ്ഞിട്ടുള്ളൂ. ആ 5 വക്ത നിസ്കാരം മുറ പോലെ കൃത്യമായി നിർവഹിക്കാത്തവന്റെ ഇസ്ലാം അല്ലാഹുവിന് വേണ്ടതില്ല. അത് ഏത് കല്യാണ തിരക്കിലാണെങ്കിലും, ഏത് സൽക്കാര തിരക്കിലാണെങ്കിലും, ഏത് ജോലി തിരക്കിലാണെങ്കിലും നിസ്കാരം ഉപേക്ഷിച്ചിട്ടുള്ള ജോലി അല്ലാഹു പ്രൊമോട്ട് ചെയ്യുന്നില്ല. ലാ സഹമ ഫിൽ ഇസ്ലാമി ലിമൻ ലാ സ്വലാത്ത ലഹു. ഇസ്ലാമിൽ നിസ്കാരമില്ലാത്തവർ യാതൊരു സുഖവുമില്ല. നമ്മുടെ വീട്ടിലൊക്കെ ചിലപ്പം പ്രായമുള്ള ഉമ്മമാരുണ്ടാകും, ഉപ്പമാരുണ്ടാകും. അവരെല്ലാം നഷ്ടപ്പെട്ട് മരണവുമായിട്ട് മല്ലിടുന്ന, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു കിടക്കും. പക്ഷെ ബോധപ്പോഴും ഉണ്ടാകും. അങ്ങനെ തുമ്മമാരും ഉപ്പമാരൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കണം, അവർക്കും നിസ്കാരം നിർബന്ധമാണ്. നിന്ന് നിസ്കരിക്കാൻ കഴിയൂല, ഇരുന്ന് നിസ്കരിച്ചോളണം. ഇരുന്നും സാധ്യമല്ലെങ്കിൽ ചെരിഞ്ഞു കിടക്കണം. അതിനും സാധ്യമല്ലെങ്കിൽ മലർന്നു കിടന്ന് നിസ്കരിക്കട്ടെ. അതിനും സാധ്യമല്ലെങ്കിൽ കണ്ണുകൊണ്ട് നിസ്കരിക്കട്ടെ. അതിനും സാധ്യമല്ലെങ്കിൽ ഹൃദയം കൊണ്ട് നിസ്കാരത്തിന്റെ എല്ലാ പ്രോസസ്സും മനസ്സിൽ കൊടുക്കട്ടെ. അങ്ങനെയെങ്കിലും അവൻ നിസ്കരിക്കണം. ബുദ്ധിയുള്ള കാലത്തോളം നിസ്കാരം ഒഴിവാകൂല. സഹോദരന്മാരെ, നമ്മളെ മക്കളെ കാര്യം നല്ലോണം ശ്രദ്ധിക്കണം. നിസ്കരിക്കുന്നുണ്ടോ നല്ലവണ്ണം ആലോചിക്കണം. മക്കൾ സ്കൂളിലും കോളേജിലൊക്കെ പോകും. അവരെ നിസ്കാരം എന്താണ് ചെയ്യാറുള്ളത് നാം ആലോചിക്കണം. ഞാനിപ്പോൾ അതിലേക്ക് ആഴത്തിലിറങ്ങി സംസാരിക്കുന്നില്ല. നബി തങ്ങൾ ആ അറാബിയോട് പറയുന്ന, മോനെ, വലാ യുഖ്ബലു ഇല്ലാ ബിസ്വലാഹ്, ഈ മതം സ്വീകരിക്കപ്പെടണമെങ്കിൽ നിസ്കാരം വേണം. വലാ തുഖ്ബലു സ്വലാത്തു ഇല്ലാ ബിഖുർആൻ, ശരിയാവണ്ണം ഖുർആൻ ഓതാൻ അറിയാത്തവന്റെ നിസ്കാരം അല്ലാഹു സ്വീകരിക്കൂല. ഫാത്തിഹ കൃത്യമായി അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ കൃത്യമായി ഫാത്തിഹ പഠിക്കണം. ഫാത്തിഹയുടെ മഖ്റജ് എവിടെയാണ്? ലാദിന്റെ മഖ്റജ് എവിടെ? സ്വാദിന്റെ മഖ്റജ് എവിടെ? ത്വാഇന്റെ മഖ്റജ് എവിടെ? അത് വായിൽ എവിടെ നിന്നാണ് പുറപ്പെടുന്നത്? വളരെ സിമ്പിൾ അല്ലേ? 1 മണിക്കൂർ കൊണ്ട് പഠിക്കാവുന്നതല്ലേ ഉള്ളൂ. ആ മഖ്റജ് അറിയാത്തയാണ് നിസ്കരിക്കുന്നതെങ്കിൽ അവന്റെ നിസ്കാരം അല്ലാഹു സ്വീകരിക്കൂല. എനിക്കിപ്പോ 60 വയസ്സായി പോയി, എനിക്ക് 65 പോയി, ഞാനിപ്പോ ഫാത്തിഹ പഠിക്കാനാണോ? പഠിച്ചേ പറ്റൂ. ഫാത്തിഹ പഠിക്കാതെ 1 സെക്കൻഡ് പോലും ജീവിക്കാനുള്ള അധികാരമില്ല. അതിനുള്ള എല്ലാ വഴികളും ഇപ്പൊ നമ്മളെ ഫോണിലുണ്ട്. ഫാത്തിഹയുടെ മഖ്റജ് അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഫാത്തിഹ കൃത്യമായി പഠിച്ചിരിക്കണം, അല്ലാതെ നിസ്കാരം ശരിയാവൂല. സൂറത്ത് ഓതുന്ന ആള്, ഖുർആൻ ഓതുന്ന ആൾ, അവർക്ക് ഖുർആൻ ഞാൻ ഓതുന്നത് 100% ഖുർആൻ ശരിയാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ അല്ലാതെ ഖുർആൻ തുടരുത്. ഖുർആൻ കുട്ടിക്കളിയല്ല. 100% ഉറപ്പായിരിക്കണം ഞാൻ ഓതുന്നത് ഖുർആനാണ്, എന്റെ മഖ്റജ് വളരെ കറക്റ്റാണ്. അല്ലാതെ ഓതുന്നവനെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, റുബ്ബ ഖാരിഇൻ വൽ ഖുർആൻ യൽഅനു, എത്രയെത്ര ഓത്തുകാരാണ് ഖുർആൻ അവരെ ശപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് നിർത്തിപ്പോടാ എന്ന് ഖുർആൻ ഇങ്ങനെ ആവശ്യപ്പെടുന്നുണ്ട്. ഓതുന്നതെല്ലാം തെറ്റാണ്. ഓതിയിട്ടില്ലെങ്കിലും തെറ്റ് ഓതി പോകരുത് കേട്ടോ. ഓതണ്ടെന്നല്ല ഞാൻ പറയുന്നത്. ഈ തെറ്റോതാൻ ഉപയോഗിക്കുന്ന സമയോ അത് ഖുർആൻ മര്യാദക്ക് പഠിക്കാനുള്ള സമയം ചെലവഴിക്കൂ. ഈ സമയം അതിനു വേണ്ടി മാറ്റിവെക്കൂ. പരമാവധി ഖുർആൻ പഠിക്കാൻ തയ്യാറാകണം. അത് വലിയ ബറക്കത്തുള്ള കാര്യമാണ്. ഇരിക്കട്ടെ, ഏതായാലും അറാബിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉപദേശം നൽകുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആ അറാബി പറയുന്നു, നബിയേ, എനിക്ക് വല്ലതും പഠിപ്പിച്ചു തരണം നബിയേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുൽ ഹുവല്ലാഹു അഹദ്, മനോഹരമായ ഖുർആനിന്റെ സുലുസുൽ ഖുർആൻ 3 തവണ ഓതിയാൽ 1 ഖത്മിന്റെ ഫലം ലഭിക്കുന്ന സുലുസുൽ ഖുർആൻ ആ
ആറാബിക്ക് പഠിപ്പിച്ചു കൊടുക്കുമ്പോ ആറാബി പറയുന്നു, സിദ്നി യാ റസൂലല്ലാഹ്, എനിക്കൊരല്പം കൂടെ പഠിപ്പിച്ചു തരുമോ നബിയേ? ഫമാ സമയത്തു ഫിൽ ബസീതി വലാ ഫിർ റജ്സി അഹ്സന മിൻ ഹാദാ, ഇതിനേക്കാൾ മനോഹരമായൊരു പദ്യം, ഇതിനേക്കാൾ മനോഹരമായൊരു ഗദ്യം ഞാൻ എൻ്റെ കാത് മുളച്ചതിന് ശേഷം കേട്ടിട്ടില്ല നബിയേ. ആ അറാബിക്ക് വീണ്ടും വീണ്ടും പഠിപ്പിച്ചു കൊടുത്തു. സുഹൃത്തുക്കളെ, എത്ര പെട്ടെന്നാണ് മനസ്സിന് മാറ്റം വരുന്നത്. പൂരാ തെറി പറഞ്ഞ മനുഷ്യനല്ലേ, നിമിഷ നേരങ്ങൾ കൊണ്ടല്ലേ മാറ്റം വരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ അറാബിയോട് ചോദിക്കുന്നു, നിങ്ങളുടെ സമ്പത്തിന്റെ അവസ്ഥ എന്താണ്? നിങ്ങളുടെ കയ്യിൽ വല്ല സമ്പത്തുമുണ്ടോ? സാമ്പത്തികമായ ഭദ്രതയുണ്ടോ? ഫാമിലിയുടെ അവസ്ഥ എന്താണ്? ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, നബിയേ, ബനൂ സുലൈം ഗോത്രത്തിൽ എന്നേക്കാൾ പാവപ്പെട്ടൊരു വ്യക്തിയില്ല. എൻ്റെ കാര്യം വളരെ കഷ്ടമാണ് നബിയേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ സഹാബികളോട് പറയുന്നു, സഹാബികളെ അദ്ദേഹത്തിന് കൊടുക്കൂ. പറയേണ്ട താമസം. ചില ആളുകൾ വേഗം ചെരുപ്പുമായിട്ട് വന്നു, വേറെ ചില ആളുകൾ വസ്ത്രമായിട്ട് വന്നു, വേറെ കുറെ ആളുകൾ ധാന്യം വേണ്ടതെല്ലാം കൊടുത്തു. ആ സമയത്താണ് ഞാൻ നേരത്തെ പറഞ്ഞ ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിൽക്കുകയാണ്. യാ റസൂലല്ലാഹ്, ഇന്ന ലഹു നാഖ, നബിയെ എൻ്റെ കയ്യിൽ നല്ലൊരു വാഹനമുണ്ട്, കോടിക്കണക്കിന് വിലപിടിപ്പുള്ള വാഹനമാണ്. അദ്ദേഹത്തിന്റെ ആ ഒട്ടകത്തിന്റെ ആ വാഹനത്തിന്റെ വിശേഷണങ്ങൾ ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ഔഫ് തങ്ങൾ പറയാണ്, ഈ വാഹനം സ്റ്റാർട്ട് ചെയ്താൽ അതിനെ പിടിക്കാൻ അതിനോളം സ്പീഡിലെത്തുന്ന ഒന്നുമില്ല. ഞാൻ അങ്ങേയറ്റം ഇഷ്ടപ്പെടുന്ന വാഹനമാണ്, ഞാൻ എൻ്റെ ഈ ദൂരയാത്രയിലൊക്കെ ഉപയോഗിക്കുന്ന വാഹനമാണ്. ഞാനിതാ എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഏറ്റവും മൂല്യമുള്ള വാഹനം ഈ അറാബിക്ക് കൊടുക്കുന്നു നബിയേ. ഏറ്റവും നല്ല ഗിഫ്റ്റ് അതായിരുന്നു. സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബ്ദുറഹ്മാൻ ഔഫ് തങ്ങളോട് പറയുകയാണ്, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്, നീ നിന്റെ ഒട്ടകത്തെ വിശേഷിപ്പിച്ചല്ലോ, എന്നാൽ നാളെ ഖിയാമത്ത് നാളിൽ നിനക്ക് അല്ലാഹു തയ്യാർ ചെയ്ത് വെച്ചൊരു വാഹനമുണ്ട്. ആ വാഹനത്തിന്റെ വിശേഷണം ഞാൻ പറയണോ? അബ്ദുറഹ്മാൻ ഔഫ് തങ്ങൾ പറഞ്ഞു, നബിയെ എനിക്ക് പറഞ്ഞു തരൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അബ്ദുറഹ്മാൻ ഔഫ്, ലക കനാഖത്തിൻ മിൻ ദുർറത്തിൻ ജൗഫാ قوائمها من زبرجد أخضر وعرقها من زبرجد أصفر عليها هودج وعلى الهودج السندس والاستبرق. ഓ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്, നാളെ റബ്ബിന്റെ കോടതിയിൽ ഖിയാമത്ത് നാളിൽ എല്ലാവരും സിറാത്ത് പാലം ചാടിക്കടക്കാൻ, ആ സിറാത്ത് പാലം ഒന്ന് പാസ് ചെയ്യാൻ പ്രയാസം അനുഭവിക്കുന്ന ഘട്ടമുണ്ട് കേട്ടോ. ചില ആളുകളൊക്കെ മെല്ലെ മെല്ലെ തപ്പിപ്പിടിച്ച് ആ സിറാത്ത് പാലം വിട്ടുകിടക്കുന്നു. പാലത്തിന് തൊട്ടുതായുള്ള ജഹന്നമാകുന്ന നരകമാണ്. വേറെ ചില ആളുകൾ എന്നുകൊണ്ട് എഞ്ഞ് അതാ നടുവിലെത്തുമ്പോഴേക്ക് അതാ ജഹന്നമിലേക്ക് മലർന്നു വീഴുന്നു. ചില ആളുകൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ മലർന്നു വീഴുന്നു. ഒരല്പം പോലും നടക്കാതെ ജഹന്നമിലെത്തുന്നവരുണ്ട്. താങ്ങി മെല്ലെ മെല്ലെ ജസ്റ്റ് മിസ്സായി അതാ ആ സമയത്ത് ജഹന്നമിലെത്തുന്നവരുണ്ട്. എങ്ങനെയെങ്കിലും ഒന്ന് കഷ്ടപ്പെട്ട് പാസ്സായി പോകുന്നവരുണ്ട്. അങ്ങനെ പല ഐറ്റം ആളുകൾ അവിടെ പ്രയാസപ്പെടുമ്പോ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്, നിനക്ക് നല്ലൊരു വാഹനമുണ്ട് കേട്ടോ. വെളുവെളുത്ത മുത്തിനാൽ കോർക്കപ്പെട്ടതുപോലെയുള്ള നല്ല മനോഹരമായ കാലുള്ള മിനുസമുള്ള ഒട്ടകമാണ്. ആ ഒട്ടകത്തിന്റെ കാലിന്റെ നിറം പച്ചയാണ്, ആ ഒട്ടകത്തിന്റെ കഴുത്തിന്റെ നിറം മഞ്ഞയാണ്. തമുറു ബിക അലസ്സിറാത്ത്, നിന്നെ ചുമന്നുകൊണ്ട് ആ ഒട്ടകം സിറാത്ത് പാലം വിട്ടുകിടക്കും. കൽബുറഖിൽ ഖാതിഫ്, സിറാത്ത് പാലം വിട്ടുകിടക്കുന്ന ഒരു വേദന നീ അനുഭവപ്പെടൂല. ആ കൂരാകുരുടുക്ക് നിനക്ക് ഫീൽ ചെയ്യൂല. ആ
സിറാത്ത് പാലത്തിന്റെ നേർമയോ അതിന്റെ മൂർച്ചയും നിനക്ക് ഫീൽ ചെയ്യൂല. കൽ ബുറഖിൽ ഖാതിഫ്, മിന്നൽ വേഗത്തിൽ നീ പാസ് ചെയ്യും കേട്ടോ. യഗ്ബിതുക ബിഹാ കുല്ലു മൻ റആക യൗമൽ ഖിയാമ, ഖിയാമ നാളിൽ ആ ഒട്ടകത്തിനെയും താങ്കളെയും കാണുന്ന ആളുകളൊക്കെ നോക്കി നിന്നു പോകും മോനെ. അബ്ദുറഹ്മാൻ ഔഫ് തങ്ങൾക്ക് വല്ലാത്ത സന്തോഷമായി. എന്തൊരത്ഭുതമാണ്! ഒന്നുമില്ലാതെ സീറോ ആയി മദീനയിലേക്ക് വന്ന ആളാണ് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്. സുബ്ഹാനല്ലാഹ്, ദീനിന് വേണ്ടി സമ്പത്ത് മാറ്റിവെച്ചപ്പോ അല്ലാഹ് വാരിക്കോരി അങ്ങ് കൊടുത്തു. പക്ഷേ എത്ര സമ്പത്ത് വന്നിട്ടും അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ ആഖിറം മറന്നില്ല. ഒരു ദിവസം ഒരു വൈകുന്നേരം ബഹുമാനപ്പെട്ടവര് നോമ്പിലാണ്. നോമ്പ് തുറ സമയമായപ്പോൾ മഗ്‌രിബ് നിസ്കാരത്തിന് പള്ളിയിലേക്ക് പോയതാണ്. നിസ്കാരം കഴിഞ്ഞ് ഉടനെ തന്നെ വീട്ടിലേക്ക് വന്നപ്പോ അല്ലാ, നോമ്പ് തുറക്ക് നല്ല സൽക്കാരം വീട്ടുകാരൊരുക്കിയിട്ടുണ്ട്. നല്ല റൊട്ടിയുണ്ട്, നല്ല മാംസമുണ്ട്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ റൊട്ടിയും ഹുബൂസിന്റെയും റൊട്ടിയുടെയും സമീപത്തിരുന്ന് വാവിട്ട് നിലവിളിച്ച് കരയുന്നു. മകൻ ഇബ്രാഹിം ചോദിക്കുന്നു, ഉപ്പാ നിങ്ങൾക്ക് എന്താ പറ്റിയത്? നിങ്ങൾ എന്തിനാ കരയുന്നത്? നോമ്പ് തുറക്കാതെ നിങ്ങൾ കരയുകയാണോ? നിങ്ങൾ എന്താ ആലോചിക്കുന്നത്? അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ പറയുന്നു, മോനെ, അല്ലാഹു എനിക്ക് തന്ന സമ്പത്ത് എത്രയാ, എനിക്ക് തന്ന ഐശ്വര്യം എത്ര വിശാലമാ. ഞാൻ ആലോചിച്ചു പോയത് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് മിസ്അബ് ബിൻ ഉമൈർ, അതാ എൻ്റെ കൂടെ വളർന്ന ആളല്ലേ. ഉഹുദ് രണാങ്കണത്തിലെ മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു ഷഹീദായതല്ലേ. മക്കയിലെ രാജകുമാരന്റെ മകനായിരുന്നില്ലേ ആ മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു? ഉപ്പ വലിയ രാജാവാണ്, അടുത്ത രാജാവാകേണ്ട കുമാരനാണ്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിലെത്തിയിട്ടുണ്ട്. പ്രവാചകനാണെന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഉപ്പയോടും ഉമ്മയോടും പറഞ്ഞു, എനിക്ക് ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മതത്തിൽ ചേരണം. ഉപ്പ വല്ലാതെ ആക്രമിച്ചു, രാജകുമാരനെ കെട്ടിയിട്ട് ആക്രമിച്ചു, കൈകാലുകൾ ബന്ധിച്ച് ധാരാളം അടിപിടി. ബഹുമാനപ്പെട്ട മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു മർദ്ദനമേറ്റു. മുസ്അബ് ബിൻ ഉമൈർ തങ്ങൾക്ക് യാതൊരു ചാഞ്ചാട്ടവും ഇല്ല. ബാപ്പ പറഞ്ഞു, മോനെ, അടുത്ത രാജാവാണ് നീ. നിന്റെ മതത്തിൽ നിന്ന് നീ മാറിയിട്ടില്ലെങ്കിൽ നീ അധികാരം മോഹിക്കേണ്ടതില്ല. ഈ സിംഹാസനം നിന്റെ മനസ്സിൽ നിന്ന് മായ്ച്ചു കളഞ്ഞേക്കൂ. മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്ക് എത്ര പ്രയാസം സഹിക്കേണ്ടി വന്നാലും മുഹമ്മദ് നബിയുടെ മതത്തിൽ നിന്ന് ഞാൻ പിന്നോട്ടില്ല. ബാപ്പയും ഉമ്മയും ഒരു റൂമിലിട്ട് ബഹുമാനപ്പെട്ടവരെങ്ങനെ പൂട്ടിയിട്ടിരിക്കയാ, പുറത്തേക്ക് വിടുന്നില്ല. ഒരു ദിവസം വളരെ തന്ത്രപരമായി മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു വീട്ടിൽ നിന്ന് ചാടി ഓടി രക്ഷപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും സഹാബത്തിന്റെയും കൂടെ മക്കയിലെത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, നബിയെ, എനിക്ക് ഖുർആൻ പഠിപ്പിച്ചു തരണം. നബി തങ്ങൾ ഖുർആൻ പഠിപ്പിച്ചു കൊടുത്തു. നല്ല പ്രഭാഷകൻ, ഒരൽപ്പം സംസാരിക്കുമ്പോഴേക്ക് ആരുടെയും മനസ്സിനെ കീഴ്പ്പെടുത്താൻ മാത്രം കഴിവുള്ള നല്ല സുന്ദരമായ പ്രഭാഷകൻ, നല്ല ഓത്തുകാരൻ. ആ മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹുവിനെ പെട്ടെന്ന് തന്നെ മദീനയിലേക്ക് പറഞ്ഞയച്ചു. ഹിജ്റ പോകുന്നതിന് മുമ്പ് തന്നെ മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചില സഹാബികളെ പറഞ്ഞയച്ചിട്ടുണ്ട്. അസ്അദ് ബിൻ സുറാർ റളിയല്ലാഹുവിനെ പോലെ, മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹുവിനെ പോലെയുള്ള ആളുകൾക്ക് ആദ്യമേ അവിടെ പറഞ്ഞയച്ചിട്ടുണ്ട്. അവർ ആ ബൗണ്ടറി, അവിടെയുള്ള എല്ലാ സ്ഥലങ്ങളും വീടുകളിലൊക്കെ ഇസ്ലാം എത്തിച്ചു. മദീനയിലെ എല്ലാ വീടുകളിലെയും ഖുർആൻ എത്തിച്ചു, ഇസ്ലാം എത്തിച്ചു. ആ മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു ഒരു കാലഘട്ടത്തിൽ, മക്കയിലുള്ള കാലഘട്ടത്തിൽ, ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതിന് മുമ്പുള്ള കാലഘട്ടം ചരിത്രം പറയുന്നത് കാണാം. മിസ്അബ് ബിൻ ഉമൈർ ഒരു വഴിയിലേക്ക് അങ്ങ് നടന്നാൽ ആഴ്ചകളോളം ആ വഴി സുഗന്ധം മണക്കുമായിരുന്നു. അത്രയും വില കൂടി അത്ര അതായിരുന്നു. ബഹുമാനപ്പെട്ട
സ്മെൽ അദ്ദേഹം പുരട്ടിയിരുന്നത്. അദ്ദേഹത്തിന്റെ വസ്ത്രം ഒരു തവണ ധരിച്ചത് പിന്നെ ധരിക്കേണ്ടതില്ല. കുമാരനാണല്ലോ. ആ മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു ഉഹുദ് രണാങ്കണത്തിൽ ഷഹീദായപ്പോ കഫം പുതയ്ക്കാൻ കഫം തുണയായി വസ്ത്രം തികയുന്നില്ല. സഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്ത് പോയി കംപ്ലൈന്റ് പറഞ്ഞു, നബിയേ എന്ത് ചെയ്യാനാണ്, മിസ്അബിനെ പൊതിയാൻ വസ്ത്രം തികയുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സഹാബികളോട് പറയുന്നു, മിസ്അബിന്റെ തലഭാഗം മറച്ച് കാൽഭാഗം പുല്ല് വെച്ച് മിസ്അബിനെ ഖബറിലേക്ക് താഴ്ത്തൂ. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ഈ രംഗം ആലോചിച്ച് അതാ ഒരൽപ്പം റൊട്ടി വായിലേക്ക് വെക്കുന്നില്ല. എൻ്റെ മിസ്അബ് ബിൻ ഉമൈറിന് അല്ലാഹു തആല ഇത്രയും വലിയ ഐശ്വര്യം കൊടുത്തു, എല്ലാം നഷ്ടപ്പെട്ടു, ഒന്നുമില്ലാതെ ഈ ഭൂമിയിൽ നിന്ന് തിരിച്ചു പോയ മിസ്അബ് ബിൻ ഉമൈർ ഞാനിപ്പം വലിയ കോടീശ്വരനാണല്ലോ അല്ലാ, ഞാനിപ്പം നല്ല റൊട്ടി തിന്നുന്നല്ലോ അല്ലാ, ഞാനിപ്പം നല്ല മാംസം കഴിക്കുന്നല്ലോ അല്ലാ. ഞാനിത് പറഞ്ഞത് എന്തിനാണ്? ദുനിയാവിനെ പൂർണ്ണമായി ഒഴിവാക്കാനല്ല, തീരെ ഭക്ഷണം കഴിക്കരുത് എന്നല്ല പറഞ്ഞത്, ഉള്ള ഇസ്സത്ത് ഒഴിവാക്കണം എന്നുമല്ല പറഞ്ഞത്. അതൊക്കെ വേണ്ട രൂപത്തിൽ മാന്യമായി തന്നെ വേണോ. പക്ഷേ ആഖിറം മറന്നുകൊണ്ടുള്ളൊരു ദുനിയാവ് അല്ലാഹു കാത്തി രക്ഷിക്കുമാറാകട്ടെ. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു അതാ മദീനയിലെ എല്ലാ പാവപ്പെട്ടവർക്കും മത്താണിയാണ്. ബഹുമാനപ്പെട്ടവർ വഫാത്താകുമ്പോ അതാ അദ്ദേഹത്തിന്റെ സമ്പത്തിൽ നിന്ന് ആയിരക്കണക്കിന് കുതിര ബാക്കിയുണ്ട്, ആയിരക്കണക്കിന് വാഹനം ഒട്ടകം ബാക്കിയുണ്ട്, ഏക്കറക്കണക്കിന് തോട്ടം ബാക്കിയുണ്ട്. ഇതൊക്കെ എങ്ങനെ ലഭിച്ചതാണെന്നറിയോ? നാടിന് സേവനം ചെയ്തപ്പോ, ദീനിന് വേണ്ടി തൻ്റെ ജീവിതം മാറ്റിവെച്ചപ്പോ അല്ലാഹു വലിയ ബറക്കത്ത് കൊടുത്തു. ബഹുമാനപ്പെട്ട ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു ചെറുപ്പകാലത്ത് തന്നെ ഉമ്മ മകനെ പറഞ്ഞേച്ച്, മോനെ ഇൽമ പഠിച്ചോ. ഇൽമ പഠിക്കാൻ മകൻ പോകുമ്പോ ഉമ്മാക്ക് നല്ല വിഷമമുണ്ട്, ഇനി എൻ്റെ മകനെ കാണൂലല്ലോ കുറെ കാലത്തേക്ക്. ഒരാഴ്ചത്തേക്കുള്ള ഗ്യാപ്പല്ല ഉള്ളത്, ഒരു മാസത്തേക്കല്ല പറഞ്ഞേച്ചത്, ഒരു വർഷത്തേക്കല്ല പറഞ്ഞേച്ചത്. ഇനി എപ്പോഴാണ് എൻ്റെ മകൻ തിരിച്ചു വരിക എന്ന് ഉമ്മാക്ക് ഒരു അറിവുമില്ല. മകനെ പറഞ്ഞേക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, വർഷങ്ങൾ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു ലോകം ചുറ്റി ലോകത്തുള്ള എല്ലാ മഹാന്മാരുടെയും ആലിമീങ്ങളുടെയും സമീപത്ത് പോയി ഇൽമ പഠിച്ചപ്പോ അവസാനം ഉമവി ഭരണാധികാരിയായ ഹാറൂൺ റഷീദ് രാജാവ് ഷാഫി ഇമാമിനെ പറ്റി അറിഞ്ഞു. ബഹുമാനപ്പെട്ടവരെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്ന് കൊട്ടാരത്തിലെ മെയിൻ മുഫ്തിയാക്കി നിയമിക്കുന്നു. ഹാറൂൺ റഷീദ് രാജാവ് നല്ല ആദരവുള്ള, നല്ല ഇൽമുള്ള, തൻ്റെ ഇടമുള്ള രാജാവാണ്. ഷാഫി ഇമാം സദസ്സിലുണ്ടോ? ഷാഫി ഇമാമുള്ള സ്റ്റേജിൽ ബഹുമാനപ്പെട്ട ഹാറൂൺ റഷീദ് രാജാവ് നിലത്ത് സ്റ്റേജിൽ ബഹുമാനപ്പെട്ടവരുടെ അതേ കസാരയിൽ ഇരിക്കൂല, പീഠത്തിൽ ഇരിക്കാറില്ല. ബഹുമാനപ്പെട്ട ഷാഫി ഇമാം ഉണ്ടെങ്കിൽ നിലത്ത് തന്നെ ഇരിക്കുകയുള്ളൂ. അത്രയും ബഹുമാനത്തോടെ ആദരവോടെ ഷാഫി ഇമാമിനെ നോക്കിക്കാണുമ്പോ ഒരു ദിവസം ഷാഫി ഇമാം പറഞ്ഞു, രാജാവേ, കാലങ്ങളായി ഞാൻ എൻ്റെ ഉമ്മയെ വിട്ടുപിരിഞ്ഞിട്ടു, എനിക്ക് എൻ്റെ ഉമ്മയെ ഒന്ന് കാണണോ, ഞാനൊന്ന് നാട്ടിലേക്ക് പോവുകയാണ്. ഹാറൂൺ റഷീദ് രാജാവ് പൊട്ടി പൊട്ടി അങ്ങ് കരയുകയാണ്. ഈ നാടിൻ്റെ വെളിച്ചം പോവുകയാണല്ലോ അല്ലാ, ഈ ദീനിൻ്റെ പ്രഭ നഷ്ടപ്പെടുകയാണല്ലോ അല്ലാ, ഉമ്മായെ കാണാനാണല്ലോ പോകുന്നത്, മറുത്തൊന്നും പറയാനില്ലല്ലോ. ഷാഫി ഇമാമിനോട് പറയുന്നു, ഉസ്താദേ, എപ്പം തിരിച്ചു വരികയാണെങ്കിലും ഈ രാജ്യത്തെല്ലാം റെഡിയാണ്, ഒന്നങ്ങ് അറിയിച്ചാ മതി കേട്ടോ, ഇവിടെ എല്ലാ സജ്ജീകരണങ്ങളും ഉണ്ട്. ഷാഫി ഇമാമിന് പോകുന്ന സമയത്ത് 500 ദിർഹം ഹാറൂൺ റഷീദ് രാജാവ് കൊടുത്തു. 500 ദിർഹം എന്ന് പറഞ്ഞാൽ കോടിക്കണക്കിന് ഉറുപ്പിയായി, ഇന്നത്തെ കോടിക്കണക്കിന് വിലയായി. സൈന്യങ്ങൾ എല്ലാവരും വേറൊരു 500, ടോട്ടൽ 1000 ദിർഹം. സുബ്ഹാനല്ലാഹ്.
ഈ 1000 ദിർഹം കൈ കിട്ടിയപ്പം ഷാഫി ഇമാം കരുതുന്നു, എനിക്ക് വലിയ പ്രൗഢിയും പ്രതാപവും അല്ല ഏതായാലും തന്നു, ഇത് എൻ്റെ എല്ലാമായ എൻ്റെ ഉമ്മാക്കുള്ളതാണ്, എന്നെ ഈ രൂപത്തിൽ ഇൽമു പഠിപ്പിച്ച് വലുതാക്കി എൻ്റെ ഉമ്മാക്കുള്ളതാണ് ഈ 1000 രൂപ. ബഹുമാനപ്പെട്ട ഷാഫി ഇമാം ഉമ്മാന്റെ സമീപത്തെത്തുന്നു. ഉമ്മയെ കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്ത് ഉമ്മയോട് പറയുന്നു, ഉമ്മ, ഇതാ എന്നെ ഈ രൂപത്തിൽ വളർത്തിയത് അങ്ങ് എന്നെ അന്ന് പറഞ്ഞയച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഈ നിലയിലെത്തൂലല്ലോ ഉമ്മ. അതുകൊണ്ട് ഈ 1000 ദിർഹം നിങ്ങൾക്കുള്ളതാ. 1000 ദിർഹം ഉമ്മാക്ക് കൈ നീട്ടുമ്പോ ഉമ്മ പറയുന്നു, മോനെ, നിന്നെ ഈ വീട്ടിൽ നിന്ന് ഇൽമിന് പറഞ്ഞയച്ച അന്ന് മുതൽ എനിക്കെൻ്റെ വീട്ടിൽ വലിയ ബറക്കത്താ. ഞാൻ ഇന്ന് വരെ ഒരാളെ മുമ്പിലും കൈ നീട്ടിയിട്ടില്ല, ഒരാളോടും ഒന്നും ചോദിക്കേണ്ട ഗതികേട് വന്നിട്ടില്ല. എൻ്റെ പ്രതാപം കൂടിയെന്നല്ലാതെ എനിക്ക് ദാരിദ്ര്യം വന്നിട്ടില്ല മോനെ. അതുകൊണ്ട് 1000 ദിർഹം ഈ നാട്ടിൽ വളരെ പ്രയാസം അനുഭവിക്കുന്ന പട്ടിണി പാവങ്ങളുണ്ട്, അവർക്ക് എല്ലാവർക്കും വീതം വെച്ചു കൊടുത്ത് എല്ലാവരുടെയും പ്രയാസങ്ങൾ മാറ്റിയിട്ടല്ലാതെ എൻ്റെ മകൻ ഇവിടേക്ക് വരേണ്ടതില്ല. ഓ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഉമ്മമാരെ, സഹോദരിമാരെ, വലിയൊരു പാഠം ഇതിലുണ്ട്. നമ്മളെ മക്കളൊക്കെ നല്ല ഇൽമിൻ്റെ അഹിലുകാരാക്കണം. ആഖിറത്തിൽ ഉപകരിക്കുന്ന മക്കൾ വേണോ, നാളെ റബ്ബിന്റെ കോടതിയിൽ ശുപാർശ ചെയ്യുന്ന മക്കൾ വേണോ. മക്കളെ ഇൽമിൻ്റെ അഹിലുകാരാക്കിക്കോ. ഖബറിൽ കിടക്കുന്ന സമയത്ത് ഒരു മുതല്ലിമായ മകനുണ്ടെങ്കിൽ ഉമ്മാന്റെ ഖബറിങ്കിൽ വന്ന് ഉപ്പാക്ക് വേണ്ടി യാസീൻ ഓതിയിട്ട് പൊട്ടിക്കരയും കേട്ടോ. മരിച്ചാ പിന്നെ അവനായി അവൻ്റെ പാടായി എന്ന് വിശ്വസിക്കുന്നവരോടല്ല ഞാൻ സംസാരിക്കുന്നത്. മരിച്ചു കഴിയുമ്പോൾ എല്ലാം മയ്യത്തറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി തങ്ങൾ പറയുന്നുണ്ട്, ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ജനാസ നിസ്കാരത്തിന് ആരെല്ലാം പങ്കെടുത്തിട്ടുണ്ട്, ആരെല്ലാം പെട്ടെന്ന് സ്ഥലം കാലിയാക്കിയിട്ടുണ്ട്. ദുനിയാവിൽ എന്നോട് നല്ല സ്നേഹം അനുഭവിച്ച എത്ര ആളുകളുണ്ട്, എൻ്റെ സമ്പത്ത് കൂടി എൻ്റെ പിന്നാലെ കൂടി എത്ര പേരുണ്ട്. ഞാൻ മരിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ കൂടെ വന്ന് അതാ ഒന്നുമില്ലാതെ ഒരു സമ്പത്തിന് വേണ്ടിയുമല്ല, എന്നോടുള്ള ആത്മാർത്ഥമായ മഹബത്തിന്റെ പേരിൽ എൻ്റെ ഖബറിങ്കിൽ വന്ന യാസീൻ ഓതുന്നു, തൽഖീൻ ചൊല്ലുന്നു, തസ്ബീത്ത് ചൊല്ലുന്നു, എനിക്ക് വേണ്ടി ഇടയ്ക്കിടയ്ക്ക് ഖുർആൻ ഓതുന്നു. അങ്ങനത്തെ ആളെത്ര പേരുണ്ട്. ഇതെല്ലാം മയ്യത്തിന് കറക്റ്റായിട്ടറിയോ. മുഹമ്മദുൻ റസൂലുള്ളാഹ്. മയ്യത്ത് നിസ്കാരത്തിന് പങ്കെടുക്കുമ്പോ അവിടെയുള്ള എല്ലാ മനുഷ്യരുടെയും ചെരുപ്പടിക്കാലിന്റെ ശബ്ദം പോലും അതാ മയ്യത്ത് കേൾക്കുന്നുണ്ട്. മയ്യത്തിനോട് ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് സുബ്ഹാനല്ലാഹ്, മയ്യത്തിന്റെ ചോദ്യം മലക്കുകൾ ചോദിക്കുന്ന ചോദ്യം കേൾക്കുന്നുണ്ട്. അതിനു മുമ്പ് റൂമാൻ എന്നൊരു മലക്ക് വരുന്നുണ്ട്, അതും കേൾക്കുന്നുണ്ട്. എല്ലാം മയ്യത്ത് അറിയുന്നുണ്ട്. അതുകൊണ്ടാണ് മയ്യത്തിന്റെ സമീപത്ത് പോയി ഖുർആൻ ഓതുന്നത്. അതുകൊണ്ടാണ് വീട്ടിൽ നിന്ന് ഖുർആൻ ഓതാറുള്ളത്. അതെല്ലാം എതിർക്കുന്നത് വിവരക്കേടാണ്. ഇമാം നബവി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, മയ്യത്ത് നിസ്കാരം ഒരാൾ മരണപ്പെട്ടാൽ അതാ നമ്മളെ നാട്ടിലൊക്കെ ഒരു സമ്പ്രദായമുണ്ട്, തലഭാഗത്തൊരു വൃക്ഷം, ചെറിയൊരു തൈ കുഴിച്ചിടാറുണ്ട്. അതെന്തിനാണ് അത് കുഴിച്ചിടാറുള്ളത്? ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ നടന്നു പോകുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ 2 ഖബറാളികൾ വല്ലാത്ത പ്രയാസം അനുഭവിക്കുന്നുണ്ട്, വലിയ ശിക്ഷയിലാണ്. സഹാബികളോട് പറഞ്ഞു, ഒരു 2 ചെറിയ വൃക്ഷത്തൈ കൊണ്ടുവരൂ, ഒരു വൃക്ഷത്തൈ കൊണ്ടുവരൂ. സഹാബികൾ വേഗം കൊണ്ടുകൊടുത്തു. അത് 2 കഷ്ണമാക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 2 ഖബറാളികളുടെയും തലഭാഗത്തങ്ങ് കുഴിച്ചിട്ടു. 2-ൽ ഒരാൾ മൂത്രിച്ചാൽ വേണ്ട വിധം ശുദ്ധീകരണം വരുത്താറില്ല. പാൻറ് ധരിക്കുന്ന ആളുകൾ നല്ലോണം ശ്രദ്ധിക്കണം. കൃത്യമായി മനോഹരം ചെയ്തിട്ടില്ലെങ്കിൽ വലിയ അദാബാണ്. ചെറിയ കാര്യമാണ്, വലിയ അദാബാണ്. മറ്റൊരാൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഫിത്നയും ഫസാദും പറഞ്ഞ് ജനങ്ങളെ പരസ്പരം തെറ്റിക്കുന്ന സ്വഭാവമായിരുന്നു അദ്ദേഹത്തിന് ഹയാത്ത് കാലത്ത്. അതുകൊണ്ട് ഈ 2 ഖബറാളികളും വലിയ അദാബിലാണ്. അതുകൊണ്ട് ഈ വൃക്ഷത്തെ തസ്ബീഹ് ചെല്ലുകയാണെങ്കിൽ ആ തസ്ബീഹിന്റെ കാരണം കൊണ്ട് ഒരു പക്ഷേ ശിക്ഷയിൽ ഇളവ് വന്നേക്കാം.
ജീവനില്ലാത്ത വൃക്ഷത്തൈയുടെ തസ്ബീഹ് ഖബറാളിക്ക് വലിയ ഉപകാരമാണ്. ഈ ഹദീസ് വിശദീകരിച്ച് ഇമാമുൻ നബവി റളിയല്ലാഹു അൻഹു പറയുന്നു, ജീവനില്ലാത്ത ചെടിയുടെ തസ്ബീഹ് മയ്യത്തിന് ലഭിക്കുമെങ്കിൽ അതാ ജീവനുള്ള മനുഷ്യനോതുന്ന ഖുർആൻ, ജീവനുള്ള മനുഷ്യന്മാര് ചൊല്ലുന്ന തഹ്ലീൽ, അത് മയ്യത്തിനെത്തുമെന്ന വിഷയത്തിൽ എന്തൊരു തർക്കമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ നല്ല ബുദ്ധി നൽകുമാറാകട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്നറിയോ? ദീനിന് വേണ്ടി ഒരാൾ പ്രവർത്തനം മാറ്റിവെച്ചാൽ അല്ലാഹു അവന്റെ ജീവിതത്തിൽ വലിയ ബറക്കത്ത് കൊടുക്കുന്നു. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിൽ കണ്ടത് അതാണ്. ബഹുമാനപ്പെട്ട ഇമാം അഹ്മദുൽ കബീർ റിഫായി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, ബഹുമാനപ്പെട്ടവർ ഇത്രയും വലിയ സ്ഥാനത്തേക്ക് എത്താനുള്ള കാരണവും അതാണ്. ബഹുമാനപ്പെട്ടവരുടെ ജീവിതം പാവപ്പെട്ടവരുടെ കൂടെയാണ്. അത്താണിയില്ലാത്ത അവശേഷിക്കുന്ന അതാ വീട്ടിൽ ആരാരുമില്ലാതെ പ്രയാസപ്പെടുന്നവരെ കൂടെയാണ്. അവർക്ക് വിറക് ശേഖരിക്കലാണ്. അതേ, ഭർത്താവ് നഷ്ടപ്പെട്ട പ്രായം ചെന്ന ഉമ്മാക്ക് അതാ ഭക്ഷണം പാകം ചെയ്തു കൊടുക്കുന്നു. ആരാണെന്നറിയോ? ലോകം കണ്ട ഏറ്റവും വലിയ ആരിഫായ സുൽത്താനുൽ ആരിഫീൻ. അങ്ങനെ വിലായത്തിന്റെ മർത്തബയിൽ എത്തിയ മഹാനാണ്. ആ മഹാന്റെ മർത്തബ എത്രത്തോളം എത്തിയെന്നറിയോ? ഞാൻ അവസാനിപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ടവർക്ക് 55 വയസ്സുള്ള സമയം, ഹിജറ 555 വർഷം, ബഹുമാനപ്പെട്ടവരെ ഹജ്ജിന് പുറപ്പെടുകയാണ്. ഹജ്ജെല്ലാം ഭംഗിയായി നിർവഹിച്ചു ബഹുമാനപ്പെട്ട ഇമാം റിഫായി റളിയല്ലാഹു അൻഹു മദീനയിലേക്ക് സിയാറത്തിന് പുറപ്പെടുന്നു. മദീനയിലെത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലിരുന്ന് അതാ പൊട്ടി കരഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സലാം പറയുകയാണ്. യാ റസൂലല്ലാഹ്, നബിയേ, അങ്ങയുടെ മകനാണ്. അസ്സലാമു അലൈക യാ ജദ്ദീ, ഓ വല്യുപ്പ, അങ്ങേക്ക് അല്ലാഹുവിന്റെ സലാം ഉണ്ടാകട്ടെ. ബഹുമാനപ്പെട്ട ഒരു പൊട്ടി അങ്ങ് സലാം പറഞ്ഞപ്പോ, കരഞ്ഞ് സലാം പറഞ്ഞപ്പോ അതാ ഖബറിൽ നിന്നൊരു ശബ്ദം, ഫഅലൈക അഫ്ളലു സ്വലവാത്തില്ലാഹ് വഅലൈക്കുമുസ്സലാമു യാ വലദീ, ഓ മോനെ, അങ്ങയുടെ മേലും അല്ലാഹുവിന്റെ രക്ഷയുണ്ടാകട്ടെ. അതാ ഖബറിനുള്ളിൽ നിന്ന് ലോകത്തിന്റെ നേതാവ് മുഹമ്മദുൻ റസൂലുള്ളാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സലാം മുടക്കുന്നു. സലാം മടക്കിയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൗളിലേക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു വിളിക്കുകയാണ്. ഫീ ഹാലത്തിൽ ബുഅദി റൂഹി കുന്തു ഉർസിലുഹാ തുഖബ്ബിലുൽ അർള അന്നി വഹിയ നാഇബതി ഫഹാദിഹി നൗബത്തുൽ അശ്ബാഹി ഖദ് ഹളറത് ഫംദുദ് യമീനക കൈ തുഹളാ ബിഹാ ശഫതി. യാ റസൂലല്ലാഹ്, കിലോമീറ്റർ കണക്കിന് അകലെയുള്ള ആ ഉമ്മു അബൈദ എന്ന നാട്ടിൽ നിന്ന് പലപ്പോഴായി ഞാൻ എൻ്റെ ആത്മാവിനെ ഈ റൗദയിലേക്ക് പറഞ്ഞേക്കാറുണ്ട്. ഈ റൗദയിൽ വന്ന് എൻ്റെ ആത്മാവ് സംതൃപ്തി അടയാറുണ്ട്. യാ റസൂലല്ലാഹ്, പാവപ്പെട്ട അഹമ്മദുൽ കബീരിദ സ്വന്തം ബോഡിയുമായി ഇവിടെ വന്നിരിക്കുന്നു നബിയേ. ഫംദുദ് യമീനക കൈ തുഹളാ ബിഹാ ശഫതി, അങ്ങയുടെ ശറഫാക്കപ്പെട്ട കൈയൊന്ന് തന്നിരുന്നുവെങ്കിൽ പാവപ്പെട്ട അഹമ്മദുൽ കബീറിനൊന്ന് അതാ ചുണ്ടോട് വെച്ചൊന്ന് ചുംബിക്കാമായിരുന്നു നബിയേ. പറയേണ്ട താമസം റൗളാക്കുള്ളിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശറഫാക്കപ്പെട്ട കൈ പുറത്തേക്ക് വരുന്നു. 990,000 ആളുകൾ മഹാന്മാര് പറയുന്നു. ആ
സമയത്ത് റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു ശറഫാക്കപ്പെട്ട കൈ ചുംബിക്കുന്നു. ഫീ മലഇൻ യഖറബു മിൻ 90,000 റജുൽ, 90,000 ആളുകളെ സാക്ഷിയാണ്. വന്നാസു യൻളുറൂന യദ റസൂലില്ലാഹ്, ഈ ആളുകളെല്ലാം റസൂലുള്ളാഹിന്റെ ശറഫാക്കപ്പെട്ട തൃക്കരം കണ്ടിട്ടുണ്ട് കേട്ടോ. വയസ്അലൂന വയസ്മഊന കലാമഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മനോഹരമായ ശബ്ദം ശ്രവിച്ചിട്ടുണ്ട്. വകാന ഫീ മൻ ഹദറ ശൈഖ് അദാ ഹയാത്ത് ബിൻ ഖൈസുൽ ഹാറാനി, ലോകം കണ്ട മഹാനായ ഇമാം ഹാറാനി റളിയല്ലാഹു അൻഹു ആ സമയത്ത് അവിടെയുണ്ടായിരുന്നു. ലോകം കണ്ട ഏറ്റവും വലിയ ഔലിയാക്കളെ ഖുതുബായ ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് ആ സമയത്ത് അവിടെയുണ്ട്. വശൈഖ് അദിയു ശാമി റളിയല്ലാഹു അൻഹു, ഇങ്ങനെ തുടങ്ങി നൂറുകണക്കിന് പണ്ഡിതന്മാരുടെ സാന്നിധ്യത്തിൽ വെച്ച്, ആയിരക്കണക്കിന് ആളുകളുടെ സാന്നിധ്യത്തിൽ വെച്ച് റസൂലുള്ളാഹിന്റെ തൃക്കരം അഹ്മദുൽ കബീർ റിഫായി തങ്ങൾ മതിയാവോളം ചുംബിക്കുന്നു. ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇമാം ഖാദി ഇയാദ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നൂറുകണക്കിന് ആളുകൾ ഈ സംഭവം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. തവാത്തുറിനോട് ഒരാൾ പോലും നിഷേധിക്കാൻ പാടില്ലാത്ത വിധം ഈ സംഭവം പരസ്യമാണെന്ന് വരെ കിതാബുകളിൽ കാണാം. ഇത്രയും വലിയ ദറജയിലേക്ക് മഹാൻ വളരാനുള്ള കാരണോ ആദ്യം ഞാൻ പറഞ്ഞത് ഇല്ലാ മുതാബഅതു റസൂലിൽ മുക്മില ഫി ഹാലിഹി വഫഅലിഹി വമഖാലിഹി, റസൂലുള്ളാഹിനെ അങ്ങനെ തന്നെ കൃത്യമായി ഫോളോ ചെയ്തു. റസൂലുള്ളാഹിന്റെ സ്വഭാവം അങ്ങനെ തന്നെ ജീവിതത്തിൽ ഇംപ്ലിമെന്റ് ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ എല്ലാ വാക്കുകളും അതാ കൃത്യമായി പഠിച്ച് ജീവിതത്തിൽ പകർത്തിയപ്പോ അള്ളാഹു ജീവിതത്തിൽ വലിയ ബറക്കത്ത് കൊടുത്തു. ആയിരക്കണക്കിന് ശേഷം ഇപ്പുറവും അതാ ഈ ചെറിയ മഹലിൽ വെച്ച് അതാ സുൽത്താനുൽ ആരിഫീന്റെ ഉറൂസ് മുബാറക്ക് നാം നടത്തുകയാണ്. അവിടുത്തെ മൗലിദ് നാം കഴിക്കുകയാണ്. ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ ഈ മാസമാകുമ്പോഴേക്ക് അതാ റിഫായി ശൈഖിനെ അനുസ്മരിക്കുകയാണ്. എന്തേ കാരണം? മഹാൻ ജീവിതകാലത്ത് ചെയ്തു കൂട്ടിയ നന്മകളോ. അല്ലാഹുവേ, ഞങ്ങളെ മജ്ലിസിനെ നീ കബൂലാക്കണേ അല്ലാ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുമാനപ്പെട്ട സുൽത്താനുൽ ആരിഫീൻ അഹ്മദുൽ കബീർ റിഫായി ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് മഹാനവർഗളുടെ മദതുള്ള നോട്ടമുള്ള മജ്ലിസായി അല്ലാഹു മജ്ലിസിനെ ഒക്കെ സ്വീകരിക്കുമാറാകട്ടെ. ധാരാളം ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. ചെറിയൊരു ദുആ മാത്രം നടത്തി നമ്മൾ ഇൻഷാ അല്ലാഹ് പിരിയുകയാണ്. നമ്മളെ ദർസ് അൽഹംദുലില്ലാഹ് ഏകദേശം 5 വർഷത്തോളം ആവുകയാണ്. ഈ നാട്ടിലെ ഉപ്പമാരുടെയും അമ്മമാരുടെയും മനസ്സറിഞ്ഞുകൊണ്ടുള്ള സഹകരണം കോഴിക്കോട് ജില്ലയിൽ തന്നെ എൻ്റെ അറിവിൽ 3 നേരവും വീടുകളിൽ പോയി ഭക്ഷണം കഴിക്കുന്ന ദർസ് വളരെ അപൂർവമാണ്. പക്ഷേ അൽഹംദുലില്ലാഹ് ഉമ്മമാരുടെയൊക്കെ നല്ല നിസ്സാർത്ഥമായ സേവനം നമ്മുടെ ദർസിനെ ഒരു പ്രശ്നമില്ലാത്ത വിധത്തിൽ ദർസ് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ് മക്കളുടെ ഫസ്റ്റ് ഇതെല്ലാം അവരുടെ തന്നെ ക്രിയേഷനാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവരുടെ പരിപാടിയാണ്. അവർക്ക് കൊല്ലത്തിലുണ്ടാകുന്ന പരിപാടി. നമ്മുടെ നാട്ടിലെ അവസ്ഥ അല്ലെങ്കിൽ നമ്മുടെ യുവാക്കളുടെ അവസ്ഥ വളരെ മോശമാണ്. യുവാക്കളെല്ലാം അധാർമികതയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന കാലം. നമ്മൾ ദർസിലൂടെ, കോളേജുകളിലൂടെ, സ്ഥാപനങ്ങളിലൂടെ നമ്മൾ ഉസ്താദുമാർക്ക് അതുപോലെ തന്നെ ദഅവത്തിന്റെ ആളുകൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ സേവനമാണ് മക്കളെയൊക്കെ സംഘടിപ്പിച്ച് ഏതെങ്കിലും ദർസിലേക്ക് പറഞ്ഞയക്കുക, ഏതെങ്കിലും കോളേജിലേക്ക് പറഞ്ഞയച്ചാൽ ഈ കാലഘട്ടത്തിൽ അവർ നാട്ടിൽ അവർ അനുഭവിക്കുന്ന അവരുടെ മോശപ്പെട്ട കൂട്ടുകളിൽ നിന്ന് ഒരു പരിധിവരെ അത് കുറയ്ക്കാൻ സാധിക്കും. പോരായ്മകളൊക്കെ മക്കൾക്കുണ്ടാകും. പക്ഷേ നാടിൻ്റെ അവസ്ഥ അത്രയും മോശമാണ്. അത്തരത്തിലുള്ള മാരകമായ അവസ്ഥകളിൽ നിന്നൊക്കെ മക്കളെ മാറ്റി നിർത്തി അവർക്ക് നല്ല ഇൽമ് 6-7 വർഷം നിതാന്തമായ പരിശ്രമത്തിലൂടെ അവർക്ക് ഇൽമ് പഠിപ്പിച്ചു കൊടുത്ത് അവർ ചെറിയ മക്കളായി 7ാം ക്ലാസ്സിലോ 8ാം ക്ലാസ്സിലേക്ക് ഇവിടെ വന്ന് അവരെ 2, 6, 7, 8 വർഷമാകുമ്പോഴേക്ക് അവർക്ക് ഭൗതികപരമായിട്ടും ആത്മീയപരമായിട്ടും എല്ലാവിധ വിദ്യാഭ്യാസവും നൽകി കഠിനമായ പ്രയത്നത്തിലൂടെ വളരെ മോശമായ സിറ്റുവേഷനിൽ ജീവിച്ചിരുന്നൊരു മകനെ നല്ലൊരു മോനാക്കി മാറ്റുന്ന പ്രക്രിയയാണ്. കഠിനമായൊരു പ്രവർത്തനമാണ് നമ്മുടെ ദർസുകളിലും കോളേജിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. പുറത്തു നോക്കിയാൽ
നല്ല വെള്ളയും ഇട്ട നല്ലൊരു തലക്കെട്ട് കെട്ടിയ ഒരാൾ, അവന് ഒരു സുപ്രഭാതത്തിൽ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴേക്ക് അവൻ്റെ ഭാഗത്ത് എന്തെങ്കിലും സ്വഭാവത്തിലോ അവൻ്റെ നോട്ടത്തിലോ അവൻ്റെ പ്രവർത്തനത്തിലോ എന്തെങ്കിലും അരുതായ്മ കാണുമ്പോഴേക്ക് അവനെ ശപിക്കാൻ പാടില്ല. കാരണം അവൻ മാറിയിട്ടില്ല, മാറാൻ ഇനിയും ധാരാളം സമയമെടുക്കും. അവൻ്റെ വേഷം മാത്രമേ ഇപ്പം അവൻ്റെ മേത്തുള്ളൂ, അവൻ്റെ ഉള്ളു ക്ലിയർ ആയിട്ടില്ല. അവനെ വീണ്ടും 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 പറഞ്ഞ് 6-7 വർഷത്തിൻ്റെ ശ്രമങ്ങൾ കൊണ്ടാണ് അവൻ പരിവപ്പെടുന്നത്, അവന് മാറുന്നത്, അവന് ചേഞ്ച് ഉണ്ടാകുന്നത്. അതുകൊണ്ട് അൽഹംദുലില്ലാ നമ്മുടെ നാട്ടിൽ ആ വിഷയത്തിലൊക്കെ നല്ല സപ്പോർട്ട് ഉണ്ടായതുകൊണ്ട് ദർസ് നല്ലവണ്ണം പരമ്പരാഗതമായ ദർസ്, നേരത്തെ വെള്ളിയാട് മദീൻ ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ 50 വർഷമായി ഉസ്താദ് ആ നാട്ടിൽ. ഒരു നാട്ടിൽ ദർസ് ഉണ്ടാകുമ്പോൾ അള്ളാഹുവിൻ്റെ അദാബ് ഇറങ്ങൂല. കാരണം 24 മണിക്കൂറും ഇൽമു പഠിക്കുകയാണ്. ഒരു മദ്രസയിൽ നിന്ന് ഒരു കുട്ടി ഒരു ഫാത്തിഹ ഓതിയാൽ ആ ഫാത്തിഹയുടെ കാരണത്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 40 വർഷത്തേക്ക് ആ നാട്ടിലെ അദാബ് ഇറക്കുകയില്ലെന്ന് മുഹമ്മദുൻ റസൂലുള്ളാഹി. അദാബ് ഇറങ്ങാത്തത്, ഒരു നാട്ടിൽ മദ്രസ ഉണ്ടെങ്കിൽ അദാബ് ഇറങ്ങൂല. ഒരു നാട്ടിൽ ദർസ് ഉണ്ടെങ്കിൽ പറയേണ്ട ആവശ്യമില്ല. മദ്രസന്റെ സമയം കുറച്ചാണ്, ദർസ് 24 മണിക്കൂറാണ്, അല്ലെങ്കിൽ ഒരു 15-16 മണിക്കൂറാണ്. ആ സമയത്ത് ഇൽമു പഠിക്കുന്ന കാലത്തോളം ആ നാട് തന്നെ സംരക്ഷിക്കപ്പെടുകയാണ്. ആ നാട്ടിൽ അല്ലാഹുവിന്റെ കോപം ഇറങ്ങുകയില്ല. മുഹമ്മദുൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു ഞങ്ങൾ പഠിപ്പിച്ചത് ഇമാം മിഷ്കാത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെ ഒരുപാട് ഹദീസുകളുണ്ട്. അതുകൊണ്ട് ഇനിയും നമ്മുടെ ദർസ് നിൽക്കാൻ പാടില്ല, സ്ഥാപനങ്ങൾ നിൽക്കാൻ പാടില്ല. അൽഹംദുലില്ലാ ഒരു വർഷം മുമ്പ് വരെ നമ്മുടെ മദ്രസ വളരെ ശോചനീയമായ അവസ്ഥയിലായിരുന്നു. നമ്മുടെ ഇസ്മായിൽ ഹാജിയുടെയും ആ കുടുംബത്തിൻ്റെയും ശ്രമം കാരണമായി ഈ നാട്ടിലെ ഏറ്റവും കണ്ണഞ്ചിപ്പിക്കുന്ന വിധത്തിലുള്ള നല്ലൊരു പ്രൗഢമായ ബിൽഡിംഗ് നമുക്ക് മുമ്പിലുണ്ട്. നമ്മുടെ മക്കൾ വിദ്യാഭ്യാസം ഇല്ലാത്ത 7, 8 അല്ലെങ്കിൽ 6 ക്ലാസ് കഴിയുമ്പോഴേക്ക് അതാ മദ്രസയിൽ നിന്ന് നിർത്തിപ്പോകാനുള്ള ഒരു താല്പര്യം മക്കൾക്ക് വരുന്നുവെങ്കിൽ ഉസ്താദിനെ നേരെ കണ്ട് ആ മക്കളെ വീണ്ടും മദ്രസയിലേക്ക് അടുപ്പിക്കുക. 6ാം ക്ലാസ് 7ാം ക്ലാസ്സിലാകുമ്പോഴേക്ക് മക്കൾ സ്റ്റാർട്ടിംഗ് ആണ്, അവർ പഠിക്കാൻ തുടങ്ങുകയുള്ളൂ. അവരുടെ ശുദ്ധിയുടെ കാര്യങ്ങൾ എങ്ങനെയാണ്, പെൺകുട്ടികളാകുമ്പോൾ വിശേഷിച്ചും അതിൻ്റെ പീരീഡിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണ്, ഖുർആനത്തിന്റെ കാര്യം എങ്ങനെയാണ്, ഇങ്ങനെ നിരവധി മസാലകൾ പഠിക്കേണ്ടതുണ്ട്. അതൊക്കെ പഠിക്കണമെങ്കിൽ മക്കൾ മദ്രസയിൽ വരണം. ഭൗതികമായ വെറും വിദ്യാഭ്യാസം മാത്രമാണ് ലക്ഷ്യം വെക്കുന്നതെങ്കിൽ ഞാൻ അമിതമായി പ്രസംഗിക്കുകയല്ല. നിങ്ങൾക്ക് വയനാട് ജില്ല മുതൽ കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം ഒരുപാട് വൃദ്ധസദനങ്ങൾ നിങ്ങൾക്ക് കാണാം. ബഹുമാനപ്പെട്ട ബഷീർ ഫൈസ് ഉസ്താദ് കോഴിക്കോട് ഭാഗത്ത് നല്ലൊരു വൃദ്ധസദനം നടത്തുന്നുണ്ട്. ആ വൃദ്ധസദനങ്ങളിലേക്ക് നിങ്ങൾ കടന്നു ചെന്നാൽ ഒരുപാട് സമ്പന്നരായ ആളുകളുടെ ഉപ്പമാരെ നിങ്ങൾക്ക് കാണാം. അധികവും മുസ്ലിങ്ങളാണ്. കോഴിക്കോടുണ്ട്, വയനാടുണ്ട്. അവിടെയൊക്കെ നിങ്ങൾ പോയാൽ ഒരു പ്രയാസമില്ല, വളരെ പ്രയാസം അനുഭവിക്കുന്ന, ഒന്നും പറയാനില്ല. സാമ്പത്തികമായ എന്തോ പ്രയാസമുണ്ടോ? ഇല്ല. എത്ര ലക്ഷങ്ങളും തരാൻ മകൻ റെഡിയാണ്, പക്ഷെ ഉപ്പയെ നോക്കാൻ സമയമില്ല, ഉമ്മയെ നോക്കാൻ സമയമില്ല. അവർ ആ വൃദ്ധസദനത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. എന്തിൻ്റെ കേടാണ്? എന്തുകൊണ്ട് സംഭവിച്ചു? മക്കൾക്ക് ആത്മീയ വിദ്യാഭ്യാസം ലഭിച്ചില്ല. എങ്ങനെ പഠിക്കണം? അവർ ബോട്ടണി പഠിക്കുന്നുണ്ട്, MBBS പഠിക്കുന്നുണ്ട്, ശരീരത്തിന്റെ ഹൃദയത്തിന്റെ വാളവിന്റെ എല്ലാ അവസ്ഥയും അതിന്റെ ഇന്റേണൽ എല്ലാ പ്രശ്നവും അവർക്കറിയാം. പക്ഷേ ഉമ്മയെ എങ്ങനെ കാണണമെന്നറിയില്ല, ഉപ്പയെ എങ്ങനെ നോക്കണമെന്നറിയില്ല, കുടുംബത്തിൽ എങ്ങനെ ബിഹേവ് ചെയ്യണം അതറിയില്ല. ഭാര്യയുള്ളൊരു പ്രത്യേകമായ സ്നേഹം മാത്രമേ അവർ പഠിക്കുന്നുള്ളൂ. അതുകൊണ്ട് ആത്മീയ വിദ്യാഭ്യാസം വളരെ അത്യന്താപേക്ഷിതമാണ് എന്നുകൂടെയാണ് ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്.